എല്ലാവരും അവരുടെ മൈക്കെല്ലാം ഒന്ന് ഓഫാക്കി വെക്കുക. ഡിസ്റ്റർബൻസ് ആവാതെ ശ്രദ്ധിക്കുക. ഒരു 4 വരി കവിതയോടെ നമുക്ക് ആരംഭിക്കാം. അടുത്തു നിൽപ്പോർ അനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോർ, അരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം. ഈ 4 വരി കവിതയോടെ ഇന്നത്തെ ഈ സൂമിലെത്തിയ എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് ആരംഭിക്കുന്നു. അറിവിന്റെ ആൾരൂപമെന്ന് വിശേഷിപ്പിക്കാവുന്ന വ്യക്തിത്വമാണ് MB രാമചന്ദ്രൻ സാർ. വാക്കുകൾ അതിന്റെ ചാരുതയിൽ കോർത്തിണക്കി മനുഷ്യ മനസ്സിലേക്ക് നിറയ്ക്കാൻ MB രാമചന്ദ്രൻ സാറിന് അപാരമായ കഴിവാണ്. ഇന്ന് നമ്മളോട് ഈ ബയോട്ടോറിയത്തിന്റെ സാധ്യതകളെ മനസ്സിലാക്കി തരുവാൻ, നമ്മളോട് സംവദിക്കുവാൻ MB രാമചന്ദ്രൻ സാറിനെ ഒത്തിരി സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. നമസ്കാരം. ഇന്ന് ഇങ്ങനൊരു സായം സന്ധ്യ വന്ന ഈശ്വരൻ നമുക്ക് ഒരിക്കൽ കൂടി നന്ദി പറയാം. നമ്മുടെ വിഷയം ഈ ബയോട്ടോറിയമാണ്. നമ്മുടെ കമ്പനിയുടെ പേര് ഈ ബയോട്ടോറിയം. പുതുതായി വന്ന മെമ്പേഴ്സിനെ കമ്പനി ഒന്ന് പരിചയപ്പെടുത്താം. നമ്മുടെ കമ്പനിയുടെ പേര് ഈ ബയോട്ടോറിയം എന്നാണ്. 18 വർഷത്തെ നിസ്തുല സേവന പാരമ്പര്യമുള്ള ഒരു കമ്പനിയാണ്. മേക്കിംഗ് ഇന്ത്യയുടെ ഭാഗമായിട്ട് ആരംഭിച്ച ഒരു കമ്പനിയാണ്. കമ്പനി ആരംഭിക്കുന്ന സമയത്ത് 15,000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ഓഫീസാണ് കമ്പനിക്ക് ഉണ്ടായിരുന്നത്. ഇന്നത് ഡെവലപ്പ് ചെയ്ത് 1 ലക്ഷം സ്ക്വയർ ഫീറ്റിന്റെ ഓഫീസായി. ഏപ്രിൽ മാസത്തിൽ 1.5 ലക്ഷം സ്ക്വയർ ഫീറ്റിന്റെ ഒരു ഓഫീസ്, പുതിയൊരു ഓഫീസിന്റെ ഉദ്ഘാടനം നടക്കാൻ വേണ്ടി നിയോഡൈമ മെഡിക്കൽ മാനേജ്മെന്റിന്റെ ഉൽപ്പന്നങ്ങളാണ് കമ്പനി നിർമ്മിക്കുകയും 2020 വരെ ഏതാണ്ട് 23ഓളം വിദേശ രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഈ ബയോട്ടോറിയം. 2020 കൊറോണ വന്നതിന് ശേഷമാണ് ഇന്ത്യയിൽ ഈ ഉൽപ്പന്നങ്ങൾ ജനങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള ഭാഗ്യം കിട്ടിയത്. അത് കൊറോണ കാരണം മാത്രമാണ് ജനങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള ഭാഗ്യം കിട്ടിയത്. ഇന്ന് കമ്പനിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കമ്പനി മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിലൂടെയാണ് ഇന്ന് ഇന്ത്യയിൽ പ്രവർത്തനം കാഴ്ചവെക്കുന്നത്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് 100% സർക്കാരിന്റെ നിയന്ത്രണത്തിലാണ്. 2021 കേന്ദ്ര ഗവൺമെന്റ് ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവന്ന് ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് 100% അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ വളരെ കുറച്ച് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികളിൽ ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയാണ് ഈ ബയോട്ടോറിയം. 2015 ഫെബ്രുവരി 19 കേരള ഗവൺമെന്റ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികൾക്ക് വേണ്ടി ഒരു മോണിറ്ററിംഗ് സംവിധാനം കൊണ്ടുവന്നു. 100% ലീഗലായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് മാത്രമേ കേരളത്തിൽ പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഇന്നുള്ളൂ. ആ മോണിറ്ററിംഗ് സംവിധാനത്തില് നിയമങ്ങളെല്ലാം അനുസരിച്ചുകൊണ്ട് മോണിറ്ററിംഗ് സംവിധാനത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് ഈ ബയോട്ടോറിയം ഇന്ന് കേരളത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിരവധി അംഗീകാരങ്ങൾ കിട്ടിയ ഒരു പ്രസ്ഥാനമാണ് ഈ ബയോട്ടോറിയം. 2023 മികച്ച സംരംഭകൻ എന്ന IIF അവാർഡ് കരസ്ഥമാക്കിയ കമ്പനിയാണ് ഈ ബയോട്ടോറിയം. 2023 ട്രസ്റ്റഡ് ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ വിശ്വസനീയമായ ഉൽപ്പന്നങ്ങൾ മഹാരാഷ്ട്ര ഗവർണറിൽ നിന്ന് ദേശീയ ചിഹ്നമുള്ള അവാർഡ് കരസ്ഥമാക്കിയ കമ്പനിയാണ് ഈ ബയോട്ടോറിയം. 2021 തന്നെ മികച്ച സർവീസ് കൊടുക്കുന്ന സ്ഥാപനം എന്ന അവാർഡ് കരസ്ഥമാക്കിയ പ്രസ്ഥാനമാണ് ഈ ബയോട്ടോറിയം. 2021 തന്നെ മികച്ച കമ്പനി ഉള്ള അവാർഡ് കരസ്ഥമാക്കിയ പ്രസ്ഥാനമാണ് ഈ ബയോട്ടോറിയം. 2024 മികച്ച ഡയറക്ട് സെല്ലിംഗ് അവാർഡ് കരസ്ഥമാക്കിയ പ്രസ്ഥാനമാണ് ഈ ബയോട്ടോറിയം. ന്യൂ ട്രെൻഡ് സെറ്റർ ഡയറക്ട് സെല്ലിംഗ് കമ്പനി അവാർഡ് കരസ്ഥമാക്കിയ പ്രസ്ഥാനമാണ് ഈ ബയോട്ടോറിയം. ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് കമ്പനി 2024 അവാർഡ് കരസ്ഥമാക്കിയ പ്രസ്ഥാനമാണ് ഈ ബയോട്ടോറിയം. ബെസ്റ്റ് പ്രൊഡക്റ്റ് ഓഫ് ദ ഇയർ 2024 അവാർഡ് കരസ്ഥമാക്കിയ പ്രസ്ഥാനമാണ് ഈ ബയോട്ടോറിയം. ചാമ്പ്യൻ ഓഫ് ഡയറക്ട് സെല്ലിംഗ് അവാർഡ് 2025 കരസ്ഥമാക്കിയ പ്രസ്ഥാനമാണ് ഈ ബയോട്ടോറിയം. ഇന്റർനാഷണൽ ബുദ്ധ പീസ് അവാർഡ് 2025 കരസ്ഥമാക്കിയ പ്രസ്ഥാനമാണ് ഈ ബയോട്ടോറിയം. ദാദാ സാഹിബ് ഫാൽക്കെ ഇന്ത്യൻ ടെലിവിഷൻ അവാർഡ് കരസ്ഥമാക്കിയ പ്രസ്ഥാനമാണ് ഈ ബയോട്ടോറിയം. ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ഇൻ ഡയറക്ട് സെല്ലിംഗിൽ കരസ്ഥമാക്കിയ പ്രസ്ഥാനമാണ് ഈ ബയോട്ടോറിയം. ബെസ്റ്റ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ ഇയർ 2024 അവാർഡ് കരസ്ഥമാക്കിയ പ്രസ്ഥാനമാണ് ഈ ബയോട്ടോറിയം. വേൾഡ് ഗിന്നസ് റെക്കോർഡ് ബുക്കിൽ പേര് വന്ന കമ്പനിയാണ് 2025 ഫെബ്രുവരി 13 പേര് വന്ന കമ്പനിയാണ് ഈ ബയോട്ടോറിയം. മഹാരാഷ്ട്ര സർക്കാരിന് ഏറ്റവും കൂടുതൽ GST കൊടുക്കുന്ന കമ്പനികളിൽ ഒന്നാണ് ഈ ബയോട്ടോറിയം. ഏതാണ്ട് 400-ൽ പരം കോടീശ്വരന്മാരെ ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് സൃഷ്ടിച്ച പ്രസ്ഥാനമാണ് ഈ ബയോട്ടോറിയം. കഴിഞ്ഞ 5 വർഷം കൊണ്ട് 40 ലക്ഷത്തോളം സംതൃപ്തരായ കസ്റ്റമേഴ്സിനെ ഇന്ത്യയിൽ സൃഷ്ടിച്ച പ്രസ്ഥാനമാണ് ഈ ബയോട്ടോറിയം. ലക്ഷക്കണക്കിന് ടെസ്റ്റിമോണിയൽ യൂട്യൂബിൽ അവർക്ക് കിട്ടിയ
അത്ഭുതകരമായ ഫലങ്ങൾ വിശദീകരിക്കുന്ന ഇന്ത്യയിലെ ഏക മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയാണ് ഈ ബയോട്ടോറിയം. 10,000-കണക്കിന് ഡോക്ടർമാർ ഉപയോഗിക്കുകയും റെക്കമെൻഡ് ചെയ്യുന്ന ഉൽപ്പന്നമാണ് ഈ ബയോട്ടോറിയത്തിന്റെ മാഗ്നത്തോറപ്പിയുടെ ഭാഗമായ ഉൽപ്പന്നങ്ങൾ. കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ച ചികിത്സാ സമ്പ്രദായത്തിന്റെ ഭാഗമായ ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന കമ്പനിയാണ്. മാഗ്നത്തോറപ്പിയുടെ ഭാഗമായ ഉൽപ്പന്നങ്ങളാണ് ഈ പ്രസ്ഥാനം നിർമ്മിക്കുകയും വിറ്റഴിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് കൊറോണ യോദ്ധ അവാർഡ് കരസ്ഥമാക്കിയ ഏക മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയാണ് ഈ ബയോട്ടോറിയം. മാഗ്നത്തോറപ്പിയുടെ ഭാഗമായ ഉൽപ്പന്നങ്ങളാണ് ഇന്ന് ഇത് ജനങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് ചികിത്സയുടെ ഭാഗമായ ഉൽപ്പന്നങ്ങൾ, നേരിട്ടൊരു ചികിത്സയുടെ ഭാഗമായ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന ഇന്ത്യയിലെ ഏക മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് പ്രസ്ഥാനമാണ് ഈ ബയോട്ടോറിയം. നവരത്ന അവാർഡ് എന്ന് പറയാ അതിശ്രേഷ്ഠമായ ഒരു അവാർഡാണ്. നവരത്ന അവാർഡ് കമ്പനികൾക്ക് കിട്ടുന്ന ഒരു അവാർഡാണ്. അത് കരസ്ഥമാക്കിയ അത് 2025 ഫെബ്രുവരിയിൽ ഇന്ത്യയിലെ ആദ്യമായിട്ടൊരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനി കരസ്ഥമാക്കിയത് ഈ ബയോട്ടോറിയമാണ്. ഇനിയുള്ള കമ്പനികളുടെ പ്രവർത്തനങ്ങൾക്ക് ഈ നവരത്ന അവാർഡ് വളരെയേറെ ഗുണകരമായിട്ട് മാറും. കമ്പനി വിദേശ രാജ്യങ്ങളിൽ ഇതിന്റെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ പ്രവർത്തനം കാഴ്ചവെക്കുമ്പോഴും കമ്പനിയുടെ ഇനിയുള്ള ഉയർച്ചയുടെ പടവുകൾ കാണുമ്പോഴും ഈ അവാർഡ് കമ്പനിക്ക് ഒരു മുതൽക്കൂട്ട് തന്നെ ആയിരിക്കുള്ളൂ. ഈ ഭാരത നവരത്ന അവാർഡ് കമ്പനികൾക്ക് കിട്ടുന്ന അവാർഡാണ്. വ്യക്തികൾക്ക് കിട്ടുന്ന അവാർഡ് ഭാരതരത്ന അവാർഡാണ്. അത് മദർ തെരേസ പോലുള്ള വിശിഷ്ട വ്യക്തികൾക്ക് കിട്ടിയിട്ടുള്ള അവാർഡാണ്. ഇത് മാഗ്നത്തോറപ്പിയുടെ ഭാഗമായ ഉൽപ്പന്നങ്ങളാണ് കമ്പനി വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഓൾ ഓവർ ഇന്ത്യയിൽ തന്നെ ഒരു ട്രെൻഡ് സെറ്റ് ചെയ്യാനായിട്ട് ഈ മാഗ്നത്തോറപ്പിയുടെ ഭാഗമായ ഉൽപ്പന്നങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഈ ഉൽപ്പന്നങ്ങളുടെ ഒരു പ്രത്യേകത ആയുഷ് മന്ത്രാലയം അംഗീകരിച്ച ഒരു ചികിത്സാ സമ്പ്രദായമാണ്. അത് സർക്കാർ നേരിട്ട് അംഗീകരിച്ച ഒരു ചികിത്സാ സമ്പ്രദായമാണ്. കമ്പനിയുടെ വിഷൻ തന്നെ ഇന്ത്യയിലുള്ള മുഴുവൻ ജനങ്ങൾക്കും ആരോഗ്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ തന്നെ പറയുന്നത് വെൽനസ് ആണ് ഇനി വരാൻ പോകുന്ന വലിയ വിപ്ലവം എന്നാണ് പറയുന്നത്. ഇവിടെ ആസ്പത്രികളല്ല വേണ്ടത്, ഡോക്ടർമാരല്ല വേണ്ടത്, ആധുനിക ചികിത്സാ സമ്പ്രദായങ്ങളല്ല വേണ്ടത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് വെൽനസ് കൺസൾട്ടേഴ്സ് ആണ് എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. കാരണം ആസ്പത്രികളിൽ ഒരു വ്യക്തിക്ക് രോഗം വരുമ്പോൾ ആണ് അവിടെ സഹായകരമായിട്ട് മാറുന്നത്. പക്ഷെ വ്യക്തികൾക്ക് അസുഖം വരാതിരിക്കാനുള്ള ഒന്നാണ് വെൽനസ്. ഇൽനസ് രോഗം വന്നിട്ട് ചികിത്സിക്കുകയാണെങ്കിൽ രോഗം വരാതിരിക്കാനുള്ള ഒരു മാർഗമാണ് വെൽനസ്. ഇന്ന് ലോകം മുഴുവനും വെൽനസിന്റെ ട്രെൻഡ് ആയി കഴിഞ്ഞ് അതിന് സഹായകരമായിട്ട് മാറിയത് കൊറോണയാണ്. 2020 ശേഷമാണ് ലോകം മുഴുവനും വെൽനസ് ഒരു ട്രെൻഡായിട്ട് മാറിയത്. ഇത് ജനങ്ങൾ എല്ലാവരും തന്നെ രോഗം വരാതിരിക്കാനും ആരോഗ്യം നിലനിർത്താനും ആയുസ് വർദ്ധിപ്പിക്കാനും തേജസ് വർദ്ധിപ്പിക്കാനും ശ്രദ്ധിക്കുന്ന ഒരു ശ്രമത്തിലാണ്. അതിന് ഏറ്റവും കൂടുതൽ സഹായകരമായിട്ട് മാറുന്നത് ഈ ബയോട്ടോറിയത്തിന്റെ നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റിന്റെ ഉൽപ്പന്നങ്ങളാണ്. ഇതിന്റെ ഒരു പ്രത്യേകത അകത്തൊരു മരുന്നും കഴിക്കാതെ, ഓയിൽമെന്റ് പുരട്ടാതെ, ഇഞ്ചക്ഷൻ ചെയ്യാതെ, ഓപ്പറേഷൻ ചെയ്യാതെ ജനങ്ങൾക്ക് 100% റിസൾട്ട് കൊടുക്കുന്ന ഒരു ചികിത്സാ സമ്പ്രദായമാണ് മാഗ്നത്തോറപ്പി. അതിന്റെ ഭാഗമായ ഉൽപ്പന്നങ്ങളാണ് നമ്മളുടെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള സാഗർ ജോഷി ഭാരതത്തിലുള്ള 140 കോടി ജനങ്ങളെയും പരിചയപ്പെടുത്തും. അദ്ദേഹത്തിന്റെ ലക്ഷ്യം ലോകത്തുള്ള 850 കോടി ജനങ്ങളെയും ഈ ഉൽപ്പന്നം പരിചയപ്പെടുത്തുകയും ഈ ഉൽപ്പന്നം വാങ്ങിച്ച് ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുകയും ഇതിന്റെ ആവശ്യകത ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഡോക്ടർ സാഗർ ജോഷി സാറുടെ എന്റെ ഉദ്ദേശ ലക്ഷ്യം. അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം മാഗ്നത്തോറപ്പിൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിന്റെ സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് ഡോക്ടറേറ്റ് എടുത്തൊരു വ്യക്തിയാണ്. അദ്ദേഹമാണ് പറയുന്നത് ലോകത്ത് 10,000-കണക്കിന് മാഗ്നത്തോറപ്പിയെ സംബന്ധിച്ചുള്ള പുസ്തകങ്ങളുണ്ട്, ബുക്സ് ഉണ്ട്. മാഗ്നത്തോറപ്പിയെ സംബന്ധിച്ചുള്ള എന്ന് പറഞ്ഞാൽ ഒരു ചികിത്സാ ഇന്നത്തെ ചികിത്സാ സമ്പ്രദായത്തിന് പാരലായ ഒരു ചികിത്സാ സമ്പ്രദായത്തിൽ ഏറ്റവും നല്ല രീതിയിൽ ഗവേഷണം നടക്കുന്നത് മാഗ്നത്തോറപ്പിയിലാണ്. ഇത് ഡോക്ടർ സാഗർ ജോഷി സാർ മാത്രമല്ല പറയുന്നത്. ആസ്റ്റർ മെഡിസിനിയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടുള്ള അലീഷ മൂപ്പനെ പോലുള്ള ഉന്നത വ്യക്തികളും പറയുന്നത് ഇന്നത്തെ ചികിത്സാ സമ്പ്രദായങ്ങൾക്ക് പാരലായിട്ടുള്ള ഒട്ടനവധി ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിപ്പുണ്ട്. അങ്ങനെയുള്ള ഗവേഷണങ്ങൾ വളരെയേറെ മുന്നേറിക്കൊണ്ടിരിപ്പുണ്ട്. അങ്ങനെയുള്ള ചികിത്സാ സമ്പ്രദായങ്ങളിൽ ആ ഗവേഷണം മുൻപന്തിയിൽ നിൽക്കുന്നത് പൾസ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് എന്നുള്ള മാഗ്നത്തോറപ്പിയുടെ ഭാഗമായ ചികിത്സാ സമ്പ്രദായമാണ് ഇന്നും മുന്നിൽ നിൽക്കുന്നത്. ഇതിലൊരു സവിശേഷത ആളുകളുടെ വീടുകളിലെ സുഖ സൗകര്യങ്ങൾ ആസ്വദിച്ചുകൊണ്ട് തന്നെ
ആ ചികിത്സാ സമ്പ്രദായത്തിന്റെ ഭാഗമായിട്ട് മാറാൻ പറ്റും. ഓപ്പറേഷൻ വേണ്ട, ഓയിൽമെന്റ് വേണ്ട, ഇഞ്ചക്ഷൻ വേണ്ട, അകത്തൊരു മരുന്ന് കഴിക്കാതെ തന്നെ ജനങ്ങളുടെ പരിപൂർണ ആരോഗ്യം, ജനങ്ങൾക്ക് പരിപൂർണ സൗഖ്യം കരസ്ഥമാക്കാൻ സാധിക്കും എന്ന് പറയുന്നത് നമ്മൾ ആസ്റ്റർ മെഡിസിറ്റിയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടുള്ള അലീഷ മൂപ്പിനെ പോലുള്ള മെമ്പേഴ്സ് പറയുന്നുണ്ട്. അപ്പൊ ഇതെന്ന് പറഞ്ഞാല് വളരെ വളരെ വലിയ മാറ്റങ്ങളാണ് ഈ ചികിത്സാ സമ്പ്രദായം കൊണ്ട് ജനങ്ങൾക്ക് ഉണ്ടാകുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ പ്രത്യക്ഷത്തില് നമ്മളെ കമ്പനി പറയുന്നത്, അല്ലെങ്കിൽ മറ്റെല്ലാ വിദഗ്ധരായ ആളുകളും പറയുന്നത്, ഈ മാഗ്നറ്റിക് തെറാപ്പി നമ്മളുടെ ശരീരത്തിൽ ചെയ്യുന്ന പ്രധാന ഗുണം നമ്മൾ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആക്കി മാറ്റുന്നത്. അപ്പൊ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആണെങ്കിൽ നമ്മൾ ആരോഗ്യവാനാണ് എന്നാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പോലും പറയുന്നത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ വെൽനസിന്റെ ഭാഗമാകാനായിട്ടും രോഗം വരാതിരിക്കാനും അവർ പറയുന്ന ഒരേ ഒരു കാര്യം, നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ 37.4 ലക്ഷം കോടി കോശങ്ങൾക്ക് ആവശ്യമായ ഓക്സിജൻ ആഗിരണം ചെയ്യാൻ നമ്മളുടെ മനുഷ്യ ശരീരത്തിന് സാധിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു രോഗവും ഇല്ലാതെ ആരോഗ്യത്തോടെ നമുക്ക് ആയുസ് ഒടുങ്ങുന്നത് വരെ ആരോഗ്യത്തോടെ ജീവിക്കാൻ സാധിക്കുന്ന പറയുന്നത്. കാരണം ഒരു മനുഷ്യന്റെ പുരുഷായുസ് എന്ന് പറഞ്ഞാൽ 120 വയസ്സായിട്ടാണ് പറയുന്നത്. ഇപ്പൊ അതിനേക്കാൾ വളരെ വേഗത്തിൽ തന്നെ ആ 120 വയസ്സെന്നുള്ളത് 150 വയസ്സാക്കാനുള്ള തീവ്രമായ ശ്രമമാണ് ആധുനിക വൈദ്യശാസ്ത്രം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ 120 എന്നുള്ളത് 150 ആകാനായിട്ട് അധികം സമയമൊന്നും വേണ്ടി വരില്ല. ഇന്നുള്ള നമ്മളെ പോലുള്ള എല്ലാവർക്കും തന്നെ അതൊരു ശുഭകരമായ കാര്യമാണ്. ഈ എല്ലാ ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലും മുന്നിട്ട് നിൽക്കുന്നത് മാഗ്നറ്റിക് തെറാപ്പിയുടെ ഭാഗമായ നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റിന്റെ ഉൽപ്പന്നങ്ങളാണ്. അത് ഒരു വളരെ റെയറായ, എന്നാൽ ഭൂമിയുടെ 64ാമത്തെ മൂലകമാണ്, വളരെ റെയറായ ഒരു എർത്ത് എലമെന്റ് ആണ് ഈ നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റ് എന്ന് പറയുന്നത്. ഇനിയുള്ള എല്ലാ ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലും നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റ് ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. അത് ചൈനയുടെ ഒരു കുത്തകയായിരുന്നു നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റ്. അതിന്റെ സാധ്യത മനസ്സിലാക്കിക്കൊണ്ടാണ് എല്ലാ ലോക രാജ്യങ്ങളും നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റ് അവരവരുടെ രാജ്യത്തിൽ കണ്ടെത്താനുള്ള തീവ്രമായ ഒരു ശ്രമം നടത്തിയത്. ആ ശ്രമത്തിൽ നമ്മളുടെ ഭാരത സർക്കാർ ഏതാണ്ട് 3000 കോടി രൂപയാണ് ഈ ഗവേഷണത്തിന് വേണ്ടി കണ്ടെത്തിയത്. നമ്മളെ ഭാഗ്യത്തിന് നമ്മളെ കേരളത്തിൽ ചവറയിലുള്ള കറുത്ത മണ്ണില് നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റ് സുലഭമായിട്ടുണ്ട്. അളവറ്റ രീതിയിൽ നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റ് ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് 6000 കോടി രൂപയാണ് ഇത് പ്രോസസ് ചെയ്യാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് മാറ്റിവെച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാല് ഈ കേരളത്തിൽ കണ്ടെത്തിയിട്ടുള്ള നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റ് ഒരു പക്ഷേ വരും വർഷങ്ങളിൽ ഭാരതത്തെ ഏറ്റവും സമ്പന്ന രാജ്യമാക്കി മാറ്റാനുള്ള ഏറ്റവും വലിയ സാധ്യതയാണ്. അതിലൊരു പ്രത്യേകത, സ്വർണത്തിനേക്കാളും വിലയുള്ളതാണ്, നമ്മളെ പെട്രോളിയം ഉൽപ്പന്നങ്ങളെക്കാളും വിലയുള്ളതാണ്, മറ്റെന്തിനേക്കാൾ കൂടുതൽ മൂല്യമുള്ള ഒന്നാണ് ഈ നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റ്. അത് സുലഭമായിട്ട് നമ്മുടെ കേരളത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കൊച്ചു സംസ്ഥാനം ഏതാനും വർഷങ്ങൾ പിന്നിടുമ്പോൾ ലോക സമ്പന്നതയുടെ നെറുകയിലേക്ക് എത്താനുള്ള എല്ലാ സാധ്യതയും ഈ നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റ് വഴി കേരളത്തിലേക്ക് വരാനുള്ള എല്ലാ സാധ്യതയും. അപ്പൊ ആ അപൂർവമായ ഭൂമിയുടെ നമ്മളെ 64ാം മൂലകമായിട്ടുള്ള എർത്ത് എലമെന്റ്സ് ആണ് ഈ നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റ്. ആ നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റ് വികസിപ്പിച്ചെടുത്തിട്ടുള്ള, അത് നാനോ ടെക്നോളജിയിലൂടെ വികസിപ്പിച്ചെടുത്തിട്ടുള്ള നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റിലാണ് നമ്മളുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത്. അത് ഒരു പാക്കേജ് ആയിട്ടാണ് കമ്പനി കൊടുക്കുന്നത്. അതിൽ 6 അടി നീളം വരുന്ന, 3 അടി വീതി വരുന്ന, ഏതാണ്ട് 120ഓളം നാനോ ടെക്നോളജിയിലുള്ള നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റ്, 120ഓളം നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റ് ഉണ്ട്. പില്ലോ പാഡിൽ 30ഓളം നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റ് ഉണ്ട്. നമ്മൾ രാത്രി ഈ മാട്രസിന്റെ, നമ്മുടെ ബെഡിന്റെ മുകളിൽ വിരിച്ച ഈ മാട്രസിന്റെ മുകളിൽ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ ഈ 150ഓളം നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റ് നമ്മുടെ കോശങ്ങൾക്ക് ആവശ്യമായ മാഗ്നറ്റ് പവർ കിട്ടുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ മനുഷ്യ ശരീരത്തിൽ 37.4 ലക്ഷം കോടി കോശങ്ങളുണ്ട്. ഈ കോശങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ആദ്യം വേണ്ടത് മാഗ്നറ്റിക് പവറാണ്. ഈ മാഗ്നറ്റിക് പവറാണ് ഒരു ബയോ ഇലക്ട്രോ മാഗ്നറ്റിക് പവർ ആയിട്ട് നമ്മുടെ ശരീരത്തിൽ മാറുന്നത്. ഈ ബയോ ഇലക്ട്രോ മാഗ്നറ്റിക് പവറിന്റെ സന്തുലനാവസ്ഥയാണ് നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത്. മാത്രമല്ല 37.4 ലക്ഷം കോടി കോശങ്ങൾക്കും ഒരു സെൽ വോൾട്ടേജ് ഉണ്ട്. ആ സെൽ വോൾട്ടേജ് -25 ആണ്. ആ സെൽ വോൾട്ടേജ് കറക്റ്റ് ആയിട്ട് നിലനിർത്താനായിട്ട് നമ്മളെ നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റിന്റെ ഉൽപ്പന്നങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഈ സെൽ വോൾട്ടേജിൽ വരുന്ന വ്യതിയാനമാണ് ഡിസോർഡർ, ശരീരത്തിലുള്ള ഡിസോർഡർ ആയിട്ട് മാറുന്നതിന്റെ കാരണം നമ്മൾ സെൽ വോൾട്ടേജിൽ വരുന്ന വ്യതിയാനം. ആ സെൽ വോൾട്ടേജ് കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൽ ബയോ ഇലക്ട്രോ മാഗ്നറ്റിക് പവർ കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ബയോ ഇലക്ട്രോ മാഗ്നറ്റിക് പവർ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ഹൃദയത്തിനാണ്, തലച്ചോറിനാണ്. അപ്പൊ ഹൃദയം നല്ല രീതിയിൽ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റിന് 0.8 സെക്കൻഡ് സമയമാണ് വേണ്ടത്.
ആ 0.8 സെക്കൻഡ് സമയം കൊണ്ട് ഹൃദയം ഏതാണ്ട് 90 മില്ലി ബ്ലഡ് പമ്പ് ചെയ്യണം. എങ്കിൽ മാത്രമേ 1 മിനിറ്റ് കൊണ്ട് 72 പ്രാവശ്യം ഹൃദയം ഇടിക്കുമ്പോൾ ഏതാണ്ട് 5 ലിറ്റർ ബ്ലഡ് നമ്മുടെ ശരീരം മുഴുവൻ സർക്കുലേറ്റ് ചെയ്യും. നമുക്കറിയാം ഈ ബ്ലഡ് സർക്കുലേഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കെട്ടിക്കിടക്കുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ മലിനമായ ജലമായിരിക്കും. അതിൽ കൂത്താടികൾ ഉണ്ടാവും, ഒരുപാട് അഴുക്കുകൾ ഉണ്ടാവും. അത് ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മുടെ കൈ കഴുകാൻ പോലും നമുക്ക് ആ വെള്ളം പറ്റില്ല. അത്രയും മാലിന്യമുള്ള വെള്ളമായിരിക്കും കെട്ടിക്കിടക്കുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷൻ കുറയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെയാണ്. അതിൽ ഒരുപാട് ടോക്സിൻ ഉണ്ടാവും, ഒരുപാട് മാലിന്യങ്ങൾ ഉണ്ടാവും. അത് നമ്മുടെ ശരീരത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കും. നേരെ മറിച്ച് നല്ല ഒഴുക്കുള്ള വെള്ളത്തെ കുറിച്ച് നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കിയേ. നിങ്ങൾ ടൂറ് പോകുമ്പോൾ, മലമ്പ്രദേശത്തേക്ക് ടൂറ് പോകുമ്പോൾ ഈ പാറക്കെട്ടുകളിൽ തട്ടി കളകളാരോഗത്തോട് ഒഴുകുന്ന വെള്ളം നിങ്ങൾ കാണാൻ പറ്റും. ആ വെള്ളത്തിനെയാണ് ജീവജലം എന്ന് പറയുന്നത്. ആ ജലത്തിന്റെ പ്രത്യേകത, ആ ജലത്തിൽ പ്രാണവായു കൂടുതലായിരിക്കും. ഒഴുക്കുള്ള വെള്ളം അത് പാറകളിൽ തട്ടി ഒഴുകുമ്പോൾ ആ വെള്ളത്തിൽ പ്രാണവായുവിന്റെ അളവ് കൂടുതലായിരിക്കും. അത് നദിയുടെ അടിത്തട്ടിൽ കൂടി ഒഴുകുമ്പോൾ ഭൂമിയുടെ മാഗ്നറ്റിക് പവർ ആഗിരണം ചെയ്യാനായിട്ട് അതിന് സാധിക്കുന്നുണ്ട്. അത് ഭൂമിയിലുള്ള മൂലകങ്ങളെല്ലാം തന്നെ ആഗിരണം ചെയ്യുന്ന ഫലവൃക്ഷാദികളുടെ സസ്യവൃക്ഷാദികളുടെ ആ ഔഷധ മൂല്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന വെള്ളമാണ് ഈ ജീവജലം എന്ന് പറയുന്നത്. അപ്പൊ അത് ആ ഒഴുക്കുള്ള വെള്ളം അത് ജീവജലമാണ് എങ്കിൽ ഒരു മനുഷ്യ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ ക്രമമാണെങ്കിൽ അവിടെ മാലിന്യങ്ങളൊന്നും ഉണ്ടാവില്ല. അത് നമ്മളെ എല്ലാവരും തന്നെ നമ്മളുടെ ആ ബ്ലഡ് സെൽസ് ആക്റ്റീവ് ആയിരിക്കുള്ളൂ. ബ്ലഡ് സെൽസിൽ ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഉണ്ടാവും. മാത്രമല്ല നമ്മളുടെ പ്രതിരോധ സംവിധാനം ഉണർന്ന് പ്രവർത്തിക്കാനായിട്ട് തയ്യാറാവും. അപ്പൊ കൊറോണയുടെ അപ്പൂപ്പം വന്നാലും നമ്മുടെ ശരീരത്തിലേക്ക് ഏൽക്കില്ല. അത്രയും നല്ല പ്രതിരോധ സംവിധാനം നമുക്ക് ഉണ്ടാവും. നമ്മുടെ ബ്ലഡ് സെൽസ് ആക്റ്റീവ് ആയിരിക്കും, നമ്മളെ സെൽസ് ആക്റ്റീവ് ആയിരിക്കും. 37.4 ലക്ഷം കോടി കോശങ്ങളും ആക്റ്റീവ് ആണ് എങ്കിൽ നമ്മൾ ആക്റ്റീവ് ആയിരിക്കും. അതാണ് അതിന്റെ സയൻസ്. അപ്പൊ അതാണ് നമ്മളെ നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റ് കൊണ്ട് സാധിക്കുന്നത്. അപ്പൊ സെൽ വോൾട്ടേജ് കറക്റ്റ് ആകുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിലുള്ള ബയോ ഇലക്ട്രോ മാഗ്നറ്റിക് പവർ കറക്റ്റ് ആകുന്നതുകൊണ്ടാണ് ആധുനിക വൈദ്യശാസ്ത്രത്തിന് ഉത്തരമില്ലാത്ത അനവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനായിട്ട് ഈ നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് സാധിക്കുന്നതിന്റെ കാരണം അതാണ് വളരെ അത്ഭുതമായിട്ട് ജനങ്ങൾക്ക് തോന്നും. അതുപോലെ ഇത് നീർക്കെട്ടുകൾ ഇല്ലാതാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത് നാച്ചുറൽ പെയിൻ കില്ലറാണ്. നമുക്ക് കൂടുതൽ ഓക്സിജൻ കൂടുതൽ ആഗിരണം ചെയ്യാൻ സാധിക്കും. നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റിന്റെ ഒരു പ്രത്യേകത, മാഗ്നറ്റിന് 3 കാര്യങ്ങൾ ആകർഷിക്കാൻ സാധിക്കുന്നു. നെഗറ്റീവിനും പോസിറ്റീവിനും ആകർഷിക്കാൻ സാധിക്കുന്നു. നെഗറ്റീവും തമ്മിൽ വികർഷണം സംഭവിക്കും, നെഗറ്റീവും പോസിറ്റീവും തമ്മിൽ ആകർഷണം സംഭവിക്കും. അപ്പൊ നെഗറ്റീവ് മാഗ്നറ്റിന് പോസിറ്റീവിനെ ആകർഷിക്കാൻ സാധിക്കുന്നുണ്ട്, പോസിറ്റീവ് മാഗ്നറ്റിന് നെഗറ്റീവിനെ ആകർഷിക്കാൻ സാധിക്കുന്നു. 2 കാന്തത്തിന് ഇരുമ്പിനെ ആകർഷിക്കാൻ സാധിക്കും. 3 കാന്തത്തിന് നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റിന് ഓക്സിജൻ ആകർഷിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മളെ ശരീരത്തിൽ ഓക്സിജൻ റിച്ച് ആകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആരോഗ്യം കൂടുന്നത്. അതുകൊണ്ടാണ് അനവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ നമുക്ക് സാധിക്കും. അങ്ങനെ പ്രാണവായു നന്നായിട്ട് കിട്ടിയാൽ മാത്രമേ ആരോഗ്യത്തോടെ നമുക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ശരീരത്തിൽ 5 എലമെന്റ്സ് അത്യാവശ്യമാണ്. അതിൽ ഏറ്റവും അത്യാവശ്യമായത് പ്രാണവായുവാണ്. കാരണം 1 മിനിറ്റ് പോലും പ്രാണവായു ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമുക്ക് മാത്രമല്ല, നമ്മുടെ ശരീരത്തിലുള്ള 37.4 ലക്ഷം കോടി കോശങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും പ്രാണവായു വളരെ അത്യാവശ്യമാണ്. അപ്പൊ നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റിന്റെ ഏതെങ്കിലും ഒരു ഉൽപ്പന്നം, ഒരു റിസ്റ്റ് ബാൻഡ് എന്തെങ്കിലും നമ്മളുടെ കൈവശം ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഒരു 2 മാഗ്നറ്റ് നമ്മളുടെ ഷട്ടിൽ എവിടെയെങ്കിലും നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ഓക്സിജൻ ആകർഷിക്കാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ സയൻസ് പറയുന്നത് സാധാരണ രീതിയിൽ ഒരു വ്യക്തി ഒരു ശ്വസനത്തിൽ 30 മില്ലിഗ്രാം ഓക്സിജനാണ് ആഗിരണം ചെയ്യുന്നത്. പക്ഷെ നിയോഡൈമിയം മെഡിക്കൽ മാഗ്നറ്റിന്റെ ഏതെങ്കിലും ഒരു ഉൽപ്പന്നം, ഒരു റിസ്റ്റ് ബാൻഡാ, 2 മാഗ്നറ്റാ, അല്ലെങ്കിൽ വാട്ടർ എനർജി പാഡ് ചുറ്റി വെക്കുന്ന വെള്ളം നമ്മൾ കുടിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മാട്രസും പില്ലോ പാഡും ഉപയോഗിക്കുമ്പോഴാ നമ്മുടെ ശരീരം നമുക്ക് ഒരു ശ്വസനത്തിൽ 30 മില്ലിഗ്രാമിന് പകരം 50-60 മില്ലിഗ്രാം ഓക്സിജൻ ആഗിരണം ചെയ്യാൻ പറ്റും. ഇത് ശാസ്ത്രീയമായിട്ട് തെളിയിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഡെമോ ചെയ്യുമ്പോൾ എനർജി ലെവൽ ഇരട്ടിയാകുന്നതിന്റെ കാരണം അതാണ്. ഏതാനും സെക്കൻഡ് സമയം ഈ റിസ്റ്റ് ബാൻഡ് നമ്മളെ കയ്യിൽ ചുറ്റി വെച്ചുകൊണ്ട് നമ്മൾ ഡെമോ ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ എനർജി ലെവല് ഇരട്ടിയല്ല 100 ഇരട്ടിയായിട്ട് മാറിയിട്ടുണ്ടാവും. അതിന്റെ കാരണം ശരീരത്തിൽ ഓക്സിജൻ റിച്ച് ആകുമ്പോഴാണ് നമ്മൾ എനർജി ലെവൽ കൂടുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസ് എനർജി ആയിട്ട് മാറും. അതാണ് അതിന്റെ സയൻസ്. അപ്പൊ ഇപ്പൊ ഞാൻ സാധാരണ ഫീൽഡിൽ പോകുമ്പോൾ പറയാറുണ്ട്, സാറേ, എന്നെ മുന്നിലിരിക്കുന്ന വ്യക്തിയോട് ഞാൻ പറയാറുണ്ട്, സാറ് ഒരു ശ്വസനത്തിൽ 30 മില്ലിഗ്രാം ഓക്സിജനാണ് ആഗിരണം ചെയ്യുന്നത്. ഞാൻ ഒരു ശ്വസനത്തിൽ 50 മില്ലിഗ്രാം ഓക്സിജൻ ആഗിരണം ചെയ്യുന്നുണ്ട്.
അതാണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ആ വ്യക്തി അത്ഭുതത്തോട് ചോദിക്കുക എന്താണ് എന്റെ കാരണം എന്ന് ചോദിക്കും. നമ്മുടെ അന്തരീക്ഷം, നമ്മൾ രണ്ടുപേരും ഈ അന്തരീക്ഷത്തിലാണ് ഇരിക്കുന്നത്. ഈ അന്തരീക്ഷത്തിലുള്ള ഓക്സിജന്റെ അളവ് കറക്റ്റ് ആണ്. പക്ഷെ സാറിന് 30 മില്ലി ആഗിരണം ചെയ്യാൻ പറ്റുന്നുള്ളൂ, എനിക്ക് 50 മില്ലി ആഗിരണം ചെയ്യാൻ പറ്റുന്നു. അതിന്റെ കാരണം എന്റെ കയ്യിൽ റിസ്റ്റ് ബാൻഡ് ഉണ്ട്. ഇതിൽ 33 നിയോഡൈമിയം മെഡിക്കൽ ബാൻഡ്. ഇത് പൾസ് പോയിന്റിലാണ്. ഇത് ഹൃദയവും തലച്ചോറായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധമാണ്. എനിക്ക് 30 മില്ലിഗ്രാമിന് പകരം 50 മില്ലിഗ്രാം ഓക്സിജൻ ആഗിരണം ചെയ്യാൻ പറ്റും. അത്ര പറഞ്ഞാൽ മതി. അതാണ് എന്റെ സയൻസ്, അതാണ് എന്റെ കറക്റ്റ് കാര്യം. അതുകൊണ്ടല്ലേ ഇത്രയും രോഗങ്ങൾ മാറുന്നത്. നമ്മുടെ ശരീരത്തിന് ഏറ്റവും അത്യാവശ്യം ഓക്സിജനാണ്, മരുന്നല്ല. ഈ ഒരുപാട് മരുന്നൊന്നും വാങ്ങിച്ചു വെച്ചിട്ട് കാര്യമില്ല. ഇവ ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഒരു രോഗിനെ ആസ്പത്രി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എന്താ അവിടെ ചെയ്യുന്നത്? ഓക്സിജൻ മാസ്ക് അവിടെ കൊടുക്കുന്നത്. അവിടെ ഡോക്ടർ എല്ലാം വരുന്ന നോക്കുന്നത്. ഡോക്ടർ വരുന്ന സമയം വരെയും രോഗിയുടെ ജീവൻ നിലനിർത്താനായിട്ട് സഹായിക്കുന്നത് ആ ഓക്സിജൻ മാസ്ക് ആണ്. 2000 ആണ്ടിൽ ലോകം മുഴുവൻ കൊറോണ വന്നപ്പോൾ ജനങ്ങൾ, ലക്ഷക്കണക്കിന് ജനങ്ങളല്ലേ ചത്തു തുടങ്ങിയത്. അതിനുകൊണ്ട് ആകെ ഉണ്ടായിരുന്ന മരുന്ന് എന്താണ്? ഓക്സിജൻ സിലിണ്ടർ, ഓക്സിജൻ മാസ്ക് കിട്ടിയ ആളുകളൊക്കെയാണ് രക്ഷപ്പെട്ടത്. അവര് മാത്രമാണ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. അല്ലാത്ത ഒരാൾക്കും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിച്ചില്ല. പിന്നെ സാഗർ ജോഷി സാറിന് നിയോഡൈമിയം മെഡിക്കൽ മാറ്റിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച ആളുകൾക്കും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിച്ചു. അതിന്റെ കാരണം കൂടുതൽ ഓക്സിജൻ നമുക്ക് ആഗിരണം ചെയ്യാൻ പറ്റും. അതാണ് അതിന്റെ കാരണം. അപ്പൊ നമ്മളെ ശരീരത്തിലുള്ള എല്ലാ രോഗങ്ങളെയും ഇല്ലാതാക്കാൻ പറ്റും. നമ്മൾ കൂടുതൽ ഓക്സിജൻ ആഗിരണം ചെയ്താൽ മതി. അതുകൊണ്ടല്ലേ പഴയ സന്യാസിമാരും പൂർവികരായ ആളുകളൊക്കെ പറഞ്ഞത് ആലിനെ 7 പ്രാവശ്യം വലം വെക്കാൻ പറഞ്ഞത്. ഇതൊക്കെ അന്ധവിശ്വാസമാണെന്ന് ആളുകൾ പറഞ്ഞത്. അല്ല, അത് സയൻസ് ആയിരുന്നത്. കാരണം പണ്ട് കാലങ്ങളിൽ ചെറിയ മുറിയാണ്, വലിയ മുറികളില്ല. ഇപ്പോഴും വലിയ മുറിയാണെങ്കിൽ പോലും വായു കയറില്ല അതിൻ്റെ അകത്ത്. അപ്പൊ ഈ മുറികളിൽ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ മിനിമം 2 പേരുണ്ടാവും, ഭാര്യയും ഭർത്താവ് ഉണ്ടാവും, അല്ലെങ്കിൽ കുട്ടികളുണ്ടാവും. അപ്പൊ മെമ്പേഴ്സിന്റെ എണ്ണം കൂടുന്നതോറും നമ്മളെ ഉച്ഛ്വാസമായി പുറത്തേക്ക് പോകുന്നില്ല. ഉച്ഛ്വാസമായി എന്താണ്? കാർബൺ ഡയോക്സൈഡ് ആണ്. അപ്പൊ നമ്മൾ ഉറങ്ങി 2-3 മണിക്കൂർ കഴിയുമ്പോൾ പിന്നെ നമ്മൾ ശ്വസിക്കുന്നത് കാർബൺ ഡയോക്സൈഡ് ആയിരിക്കും. ഇത് നമ്മളെ ആരോഗ്യത്തിന് വളരെ ഹാനികരമായിട്ട് സംഭവിക്കും. അപ്പൊ ആ കാർബൺ ഡയോക്സൈഡിന്, നമ്മുടെ ശരീരത്തിലുള്ള കാർബൺ ഡയോക്സൈഡ് കളഞ്ഞ് കൂടുതൽ ഓക്സിജൻ ആഗിരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആലിനെ 7 പ്രാവശ്യം വലം വെക്കാനായിട്ട് പഴയ ആളുകൾ പറഞ്ഞത്. അപ്പൊ നമ്മുടെ ശരീരത്തിലെ കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് പോകാനും പ്രാണവായു കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട്, അത് ആരോഗ്യത്തിന് വേണ്ട സയൻസ് ആയിരുന്നു എന്ന് പറഞ്ഞത്. ഇവിടെ നിയോഡൈമിയം മെഡിക്കൽ മാറ്റിന്റെ ഉൽപ്പന്നങ്ങൾ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ ആ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പറ്റും. ഇപ്പൊ ഈ ഹൃദയാഘാതം കൂടുതൽ വരുന്നത് രാവിലെ 4 മണി കഴിഞ്ഞിട്ടുള്ള സമയത്താണ്. പക്ഷെ നിയോഡൈമിയം മെഡിക്കൽ മാറ്റിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് ആ രീതിയിലുള്ള ഹൃദയാഘാതം ഉണ്ടാകില്ല, 100% ഉറപ്പാണ്. ഉറങ്ങാൻ കിടക്കുന്ന ഒരുപാട് മെമ്പേഴ്സ് ഉണരുന്നില്ല. ഇത്ര ദുഃഖകരമായ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി. അവര് നിത്യനിദ്രയിലേക്ക് പോകുന്നു. പക്ഷെ നിയോഡൈമിയം മെഡിക്കൽ മാറ്റിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വ്യക്തി ഉറങ്ങാൻ പോകുമ്പോൾ ആ വ്യക്തി ഉണരും എന്ന് ഉറപ്പാണ്. ഇത് എന്തുമാത്രം ആളുകളാ കുഴഞ്ഞോട് മരിക്കുന്നത്. പക്ഷെ ഒരു റെസ്റ്റ് ബാൻഡ് കയ്യിൽ ചുറ്റിയിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന ഗൃഹനാഥൻ തിരിച്ചു വരും എന്ന് കുടുംബങ്ങൾക്ക് ഉറപ്പാണ്. കാരണം പ്രാണവായു കൂടുതൽ ആഗിരണം ചെയ്യാൻ സാധിക്കും. ഒരു കാരണവശാലും കുഴഞ്ഞോട് മരിക്കില്ല. ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആകുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നിയോഡൈമിയം മെഡിക്കൽ മാറ്റിന്റെ ആ ഉൽപ്പന്നങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്. ഇന്ന് ഞാൻ അതിനെ സംബന്ധിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇന്ന് ഞാൻ മറ്റൊരു പ്രൊഡക്റ്റിനെ കുറിച്ചാണ് ഞാൻ കൂടുതൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ആ പ്രൊഡക്റ്റിനെ കുറിച്ച് കുറച്ചൊന്ന് കൂടുതൽ വിശദീകരിക്കുക. ആ ഉൽപ്പന്നത്തിന്റെ പേര് സീബാക്തോൺ എന്നാണ്. സീബാക്തോൺ, ത്രോൺ എന്നല്ല, അവിടെ 6 സൈലന്റ് ആണ്. സീബാക്തോൺ എന്നാണ് ആ ഉൽപ്പന്നത്തിന്റെ പേര്. ഈ അടുത്ത മാസം നമുക്ക് നിലവിൽ വരാൻ പോകുന്ന ഒരു ഉൽപ്പന്നമാണ് ഈ സീബാക്തോൺ. അതിനെ സംബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനായിട്ട് ആരും പറഞ്ഞിട്ടില്ലെന്ന് എനിക്ക് തോന്നണം. ഞങ്ങളുടെ ലയൻസ് ഗ്രൂപ്പിൽ ഞാൻ ഒരു ദിവസം പറഞ്ഞിട്ടുള്ളതാണ് എന്റെ ഓർമ്മ. എല്ലാ ഉൽപ്പന്നങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ആദ്യം പറയുന്നത് ഞാനായിരിക്കും. അപ്പൊ ഞാൻ അതിനെ സംബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. നോട്ട് ചെയ്യാൻ താല്പര്യമുള്ള മെമ്പേഴ്സ് നോട്ട് ചെയ്തോ. 128 മെമ്പേഴ്സ് ആയാലും വളരെ മെമ്പേഴ്സ് കുറവാണ്. കാരണം വേറെ ഒന്നുമല്ല, ആഘോഷങ്ങളും ഇലക്ഷനും മറ്റുമൊക്കെ അടുത്തിരിക്കുകയല്ല. പിന്നെ കുറേയേറെ മെമ്പേഴ്സ് ഫീൽഡ് വർക്കിലാണ്. അതൊക്കെയാണ് അതിന്റെ കാരണങ്ങൾ. കുഴപ്പമില്ല, മീറ്റിംഗിൽ പങ്കെടുത്തുള്ള 128 മെമ്പേഴ്സ് ഉണ്ടല്ല, അവർക്ക് അതിന്റെ പ്രയോജനങ്ങൾ കിട്ടും. ഞാൻ അഡ്വാൻസ് ആയിട്ട് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുകയാണ്. ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവരും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും. കാരണം ജനങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായ ഉൽപ്പന്നങ്ങൾ നമ്മുടെ കയ്യിൽ വന്നാൽ മാത്രമേ ഏറ്റവും കൂടുതൽ സെയിൽ നടക്കൂ. കാരണം ഈ വൈറ്റോറിയം ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയാണ്. ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികൾക്ക് അതിൽ പ്രവർത്തിക്കുന്ന നമുക്കും നമ്മളെ ടീമിലുള്ള മെമ്പേഴ്സിനും
നല്ല രീതിയിൽ വരുമാനം കിട്ടണമെന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങളൊക്കെ അല്ല, ജനങ്ങൾക്ക് വളരെ അത്യാവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് കിട്ടും. 400ഓളം കോടീശ്വരന്മാരെ സൃഷ്ടിക്കാൻ പറ്റിയതിന്റെ ഏക കാരണം ജനങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായ ഉൽപ്പന്നമാണ് ചികിത്സയുടെ ഭാഗമായ മാഗ്നത്തോറപ്പിയുടെ ഭാഗമായ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ നമുക്ക് സാധിച്ചതുകൊണ്ടാണ് ഈ ബയോടൂറിസത്തിന് ട്രെൻഡ് സെറ്റ് ചെയ്യാൻ സാധിച്ചത്. 400ഓളം കോടീശ്വരന്മാരെ സൃഷ്ടിക്കാൻ സാധിച്ചത് അതുകൊണ്ട് മാത്രമാണ്. ലക്ഷക്കണക്കിന് ലക്ഷപ്രഭുക്കളെ സൃഷ്ടിക്കാൻ കമ്പനിക്ക് സാധിച്ചത്. അത് ജനങ്ങൾക്ക് അത്യാവശ്യമായ ഒരു ഉൽപ്പന്നങ്ങളാണ്. ആ ഉൽപ്പന്നം മാത്രം വിറ്റഴിച്ചുകൊണ്ടാണ് ഈ 400ഓളം കോടീശ്വരന്മാരെ സൃഷ്ടിച്ചത്. ഇന്ന് നമുക്ക് ജനങ്ങൾക്ക് അത്യാവശ്യമായ മറ്റു ചില, കാരണം നമ്മളുടെ ഒരു മനുഷ്യ ശരീരം ആരോഗ്യമുള്ളതായിട്ട് മാറാനായിട്ട് കോശങ്ങൾക്ക് 4 കാര്യങ്ങൾ ആവശ്യമാണ്. 1 മാഗ്നറ്റിക് എനർജി ആവശ്യമാണ്, 2 പ്രാണവായു ആവശ്യമാണ്, 3 ജീവജലം ആവശ്യമാണ്, 4 പോഷകാഹാരം ആവശ്യമാണ്. 37.4 ലക്ഷം കോടി കോശങ്ങളും ആരോഗ്യമുള്ളതായാൽ നമ്മളുടെ ടിഷ്യൂസ് ആരോഗ്യമുള്ളതായിട്ട് മാറും, 80 ഓർഗൻ പാർട്സ് ആരോഗ്യമുള്ളതായിട്ട് മാറും, 11 വ്യവസ്ഥകൾ ആരോഗ്യമുള്ളതായിട്ട് മാറും. നമുക്ക് മനസ്സിനും ശരീരത്തിനും സമാധാനവും സന്തോഷവും ഉണ്ടാവും, ഓറ ഡെവലപ്പ് ചെയ്യും, ദീർഘായുസ് നമുക്ക് മനുഷ്യന് കൂടും. കാരണം നിയോഡൈമി മെഡിക്കൽ നമ്മളെ ഈ ബയോടൂറിസത്തിൽ പ്രവർത്തിക്കുന്ന, ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും തന്നെ ഒരു ആന്റി ഏജിങ് പ്രോസസ്സിംഗ് ഉണ്ട്. ഇപ്പൊ നമ്മളെ മനോജ് സാറിന് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. മനോജ് സാറിന് ഇപ്പൊ ഏകദേശം ഞാൻ നോക്കുന്ന ഒരു 55 വയസ്സ് കൂടുതൽ തോന്നിക്കില്ല, 55 തോന്നിക്കില്ല. നല്ല സ്ലിമ്മായി, നല്ല മിടുക്കനായി, നല്ല സുന്ദരനായി. അതിന്റെ കാരണം അതുപോലെ നമ്മൾ ഡാനി സാർ, നമ്മൾ മോർ പവർ വന്ന സമയത്ത് തുടങ്ങി ഡാനി സാർ മോർ പവർ കഴിക്കുന്നുണ്ട്. നമ്മൾ ബെന്നി സാറിനൊക്കെ സൗന്ദര്യം പറഞ്ഞറിയിക്കാൻ പറ്റൂ. അതുപോലെ നമ്മൾ MC ആയിട്ടുള്ള ഷീല മാഡം, അവരൊക്കെ പ്രായം വളരെ പുറകിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാരണം ഇതെല്ലാം സത്യമായ കാര്യമാണ് ഇനി പറയുന്നത്. അതിന്റെ കാരണം അത്രയും നമ്മളുടെ കോശങ്ങൾക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ 3 കാര്യങ്ങൾ നിയോഡൈമി മെഡിക്കൽ മാറ്റിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. എന്തൊക്കെയാണ്? നമ്മൾ കോശങ്ങൾക്ക് ആവശ്യമായ മാഗ്നറ്റ് പവർ കിട്ടുന്നുണ്ട്, നമ്മളുടെ കോശങ്ങൾക്ക് ആവശ്യമായ പ്രാണവായു കിട്ടുന്നുണ്ട്, നമ്മളെ കോശങ്ങൾക്ക് ആവശ്യമായ ജീവജലം കിട്ടുന്നുണ്ട്. അങ്ങനെ 3 കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മളെ കോശങ്ങൾക്ക് ആവശ്യമായത് പോഷകാഹാരമാണ്. ഇന്ന് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ പോഷകങ്ങൾ ഒന്നും തന്നെ ഇല്ല. രാസകൃഷി ചെയ്യുന്ന മോഡേൺ കൃഷി സംവിധാനം ഉപയോഗിച്ച് രാസവളങ്ങളും രാസ പദാർത്ഥങ്ങളും ഉപയോഗിച്ചുള്ള കൃഷിയാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ പോഷകങ്ങൾ ഒന്നുമില്ല. കാരണം നമ്മുടെ മണ്ണിൽ പോലും പോഷകങ്ങളില്ല. പിന്നെ എങ്ങനെ ഈ വിളവുകളിൽ പോഷകങ്ങൾ ഉണ്ടാകുന്നത്? അപ്പൊ പോഷകങ്ങൾ സെപ്പറേറ്റ് കൊടുത്താൽ മാത്രമേ നമ്മുടെ ശരീരത്തിന് ആരോഗ്യം ഉണ്ടാവുള്ളൂ. ആ പോഷകങ്ങളാണ് സപ്ലിമെന്റ് എന്ന് പറയുന്നത്. സപ്ലിമെന്റ് അഡീഷണൽ ആയിട്ട് നമ്മൾ നമ്മുടെ ശരീരത്തിലേക്ക് കൊടുക്കണം. ഇവിടെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കേരളീയരെ സംബന്ധിച്ചിടത്തോളം, സപ്ലിമെന്റ് കഴിക്കാന്ന് പറഞ്ഞാൽ എന്തോ വലിയൊരു ബുദ്ധിമുട്ട് പോലെയാണ്, വലിയൊരു പ്രയാസം പോലെയാണ്. എന്നാൽ ആ കുടുംബങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ആ കുടുംബങ്ങളിൽ വളർത്തുന്ന നായകൾക്ക് അവർ സപ്ലിമെന്റ് കൊടുക്കാറുണ്ട്. പട്ടികൾക്ക്, അയ്യോ പട്ടി എന്ന് പറയില്ല, നായ എന്ന് പറയുന്നതാണ് പല കുടുംബിനികളും പറയുന്നത്. പക്ഷെ നമ്മൾ പട്ടി എന്ന് പറഞ്ഞ് പഠിച്ചുകൊണ്ടാണ്, അവരെ ആക്ഷേപിക്കാനൊന്നും അല്ല, അങ്ങനെയാണ് നമ്മൾ പറഞ്ഞു പഠിച്ചു പോയത്. അപ്പൊ നായകൾക്ക് നമ്മൾ സപ്ലിമെന്റ് കൊടുക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ്? കാരണം നായകൾക്ക് കൊടുക്കുന്ന ആഹാരത്തിൽ നിന്നുള്ള പോഷകങ്ങൾ കിട്ടുന്നില്ല. അതിന്റെ ആരോഗ്യം നിലനിർത്തണമെന്നുണ്ടെങ്കിൽ സപ്ലിമെന്റ് വേണമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വീട്ടിൽ വളർത്തുന്ന പശുവിന് നമ്മൾ സപ്ലിമെന്റ് കൊടുക്കാറുണ്ട്. എന്തിനാ പശുവിന് സപ്ലിമെന്റ് കൊടുക്കുന്നത്? എങ്കിൽ മാത്രമേ പശുവിൽ നിന്ന് കൂടുതൽ പാല് കിട്ടുള്ളൂ, എങ്കിൽ മാത്രമേ അത് ലാഭകരമായിട്ട് മാറുള്ളൂ. ഈ സാധാരണ കാര്യത്തിൽ കൊടുത്തെങ്കിൽ പശുവിന് പാല് കുറവായിരിക്കുള്ളൂ, അതും നമുക്കറിയാം. ഈ കർക്കിടക മാസം വരുമ്പോൾ ആനകൾക്ക് നമ്മൾ സുഖ ചികിത്സ കൊടുക്കാറുണ്ട്, അല്ലെ? എള്ള് ഇടിച്ചു കൊടുക്കാറുണ്ട്, നെയ്യ് കൊടുക്കാറുണ്ട്, അങ്ങനെയുള്ള പ്രത്യേകമായ ഒരുപാട് ആഹാരങ്ങൾ കൊടുക്കാറുണ്ട്. അതൊരു സപ്ലിമെന്റ് കൊടുക്കാറുള്ളത്. പഴയ കാരണന്മാര് മരുന്ന് കഞ്ഞിയൊക്കെ കഴിക്കുമായിരുന്നു, അതൊരു സപ്ലിമെന്റ് ആണ്. കാരണം നമ്മുടെ 37.4 ലക്ഷം കോടി കോശങ്ങൾക്ക് ആവശ്യമായ പോഷകങ്ങൾ അവിടെ കൊടുക്കുന്നത്. പക്ഷെ ഇന്നത്തെ മനുഷ്യന് അത് അറിയാം. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന വണ്ടി നമ്മൾ സർവീസ് ചെയ്യാറുണ്ട്. 6 മാസം കൂടുമ്പോഴും 3 മാസം കൂടുമ്പോഴും നമ്മൾ സർവീസ് ചെയ്യാറുണ്ട്. മനുഷ്യരായ നമ്മളെ സർവീസ് ചെയ്യാറുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ വീട് ഒരു 2 വർഷം 3 വർഷം കൂടുമ്പോൾ നമ്മൾ വീട് നമ്മളൊന്ന് വൈറ്റ് വാഷ് ചെയ്യാറുണ്ട്, എല്ലാ ഫർണിച്ചറൊക്കെ നമ്മൾ നന്നായിട്ട് പോളിഷ് ചെയ്യാറുണ്ട്. പക്ഷെ നമ്മളെ വൈറ്റ് വാഷ് ചെയ്യാറുണ്ട്, പോളിഷ് ചെയ്യാറുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതിനാണ് സപ്ലിമെന്റ് ഇല്ലാണ്ട് നമ്മളെ കോശങ്ങളുടെ ആരോഗ്യം നിലനിർത്താണ്ട് ഒരു കാരണവശാലും സാധിക്കും. കാരണം നമ്മളുടെ മനുഷ്യ ശരീരം എന്ന് പറഞ്ഞാൽ വളരെ സങ്കീർണമാണ്. ഓരോ അവയവങ്ങൾക്ക് സെപ്പറേറ്റ് പോഷകങ്ങൾ വേണം. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നും. നമ്മൾ കൂടെ കഴിക്കുന്നത് ചോറും കഞ്ഞി, കുറെ പച്ചക്കറിയും കുഴിമന്തിയും കുറെ ബീഫും കുറെ ചിക്കനൊക്കെ കഴിക്കുന്നത്. അതിൽ നമുക്ക് ആവശ്യമായ പോഷകങ്ങൾ കിട്ടുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾക്ക് നിങ്ങൾ ചിക്കൻ കൊടുക്കുന്നുണ്ട്, മട്ടൻ കൊടുക്കുന്നുണ്ട്, അതിൽ വൈറ്റമിൻ എ ഉണ്ട്. വൈറ്റമിൻ എ ഉണ്ടെങ്കിൽ മാത്രമേ കണ്ണിന്റെ ആരോഗ്യം നിലനിർത്താൻ പറ്റുള്ളൂ.
മുട്ടി തഴച്ചുള്ളവരുള്ളൂ. സ്കിന്നിന്റെ ആരോഗ്യം നിലനിർത്താൻ പറ്റുള്ളൂ. ഇതിൽ ഏതിലെ വൈറ്റമിൻ എ ഉള്ളത്? നിങ്ങൾ കഴിക്കുന്ന ഏത് ആഹാരത്തിൽ വൈറ്റമിൻ എ ഉണ്ട്? നിങ്ങൾ കഴിഞ്ഞ ഒരു മാസം കഴിച്ച ഏത് ആഹാരത്തിൽ വൈറ്റമിൻ എ ഉണ്ട്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ക്യാരറ്റിൽ വൈറ്റമിൻ എ ഉണ്ട്. ക്യാരറ്റ് നിങ്ങൾ കഴിക്കാറുണ്ട? അത് ഓർഗാനിക് ക്യാരറ്റ് വേണം. അതുകൊണ്ട് ഈ രാസവളങ്ങൾ ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന അതിന് വൈറ്റമിൻ എ ഉണ്ടാവില്ല. ഓർഗാനിക് വേണം. അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ വൈറ്റമിൻ എ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. മറിച്ച് 24 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ വൈറ്റമിൻ എ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അത് വേവിച്ച് കഴിച്ചാൽ വൈറ്റമിൻ എ നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പൊ പിന്നെ വൈറ്റമിൻ എ എങ്ങനെ കിട്ടും? പിന്നെ കണ്ണിന്റെ ആരോഗ്യം എങ്ങനെ നിലനിർത്താൻ പറ്റും? ഇന്ന് കരൾ രോഗികളുടെ എണ്ണം വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കരളിന്റെ ആരോഗ്യം നിലനിർത്തണമെങ്കിൽ വൈറ്റമിൻ ഇ ഉള്ള ആഹാരം കഴിക്കണം. വൈറ്റമിൻ ഇ ഉള്ള ആഹാരം ഏതാണ്? നിങ്ങളൊന്ന് പറഞ്ഞേ. വൈറ്റമിൻ ഇ ഉള്ള ആഹാരം നിങ്ങൾ എന്താ കഴിക്കുന്നത്? വയറ്, കുടലിൽ നന്നായാലും ഉടലിൽ നന്നായി. കുടലിൽ നന്നായിട്ട് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ബി വേണം. എങ്കിൽ മാത്രമേ കുടലിൽ നന്നായിട്ട് പ്രവർത്തിക്കുള്ളൂ. എങ്കിൽ മാത്രമേ ആരോഗ്യം നിലനിർത്താൻ സാധിക്കുള്ളൂ. എങ്കിൽ മാത്രമേ മലശോധന നന്നായിട്ട് നടക്കുള്ളൂ. എങ്കിൽ മാത്രമേ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ പോഷകങ്ങൾ ആഗിരണം ചെയ്യാനായിട്ട് നമ്മൾ ആവശ്യത്തിന് സാധിക്കുള്ളൂ. ഇതിന് വൈറ്റമിൻ ബി ഉള്ള ഏത് ആഹാരമാണ് നമ്മൾ കഴിക്കുന്നത്? അപ്പൊ നമ്മളുടെ ശരീരത്തിന്, അതേപോലെ തന്നെ നമ്മളെ തലച്ചോറിന്റെ ആരോഗ്യം നിലനിർത്താനായിട്ട് ഒമേഗ 3 വേണം. നമ്മളെ ഹൃദയത്തിന്റെ ആരോഗ്യം നിലനിർത്താനായിട്ട് ഒമേഗ 3 വേണം. ഒമേഗ 3 ഉള്ള ആഹാരം നിങ്ങൾ എന്തിട്ടാണ് കഴിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ ഫുഡ് സപ്ലിമെന്റ് ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഈ ബയോട്ടോറിയം കമ്പനി ജനങ്ങളുടെ ആരോഗ്യം നിലനിർത്താനായിട്ട് ഏറ്റവും നല്ല ഫുഡ് സപ്ലിമെന്റ് മാത്രം സെലക്ട് ചെയ്ത് നമുക്ക് തരും. അതിലൊരു ഫുഡ് സപ്ലിമെന്റ് ആണ് സി ബാക്തോൺ. ആറില്ല, സൈലന്റ് ആണ്. സി ബാക്തോൺ എന്നാണ് അതിന്റെ പേര്. അത് ഹിമാലയൻ ബെറി എന്നാണ് അതിന് അറിയപ്പെടുന്നത്. ബെറിയാണത്. നമ്മൾ ആൾട്രാ ബെറിയില് ഒരു 4 രീതിയിലുള്ള ബെറി ഉണ്ടല്ലോ. എന്തൊക്കെ ബെറിയാണുള്ളത് ആൾട്രാബെറിയില്? ക്രാൻബെറി ഉണ്ട്, എൽഡ്രൻ ബെറി ഉണ്ട്, സ്ട്രോബെറി ഉണ്ട്. അങ്ങനെയുള്ള 4 ബെറി ഉണ്ട്. എന്നതുപോലെ ഒരു സൂപ്പർ ഫുഡ് ആണ് ഇത്. ഹിമാലയൻ ബെറി എന്നാണ് ഇതിനറിയപ്പെടുന്നത്. ഇതൊരു സൂപ്പർ ഫുഡ് ആണ്. ഒറാക്യു വാല്യൂ ഇതിൽ വളരെ കൂടുതലാണ്. നോട്ട് ചെയ്യാനുള്ളവരൊന്ന് നോട്ട് ചെയ്തോ. ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത ഒറാക്യു വാല്യൂ ഇതിൽ വളരെ കൂടുതലാണ്. ഒറാക്യു വാല്യൂ 80,000 തുടങ്ങി 1,02,000 വരെയുണ്ട്. എന്താണ് ഈ ഒറാക്യു വാല്യൂ? ഒറാക്യു വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഒരു ഓക്സിജൻ റാഡിക്കൽ ഒരു അബ്സർബന്റ് കപ്പാസിറ്റിയാണ്. ഓക്സിജൻ റാഡിക്കലിന്റെ അബ്സർബ് കപ്പാസിറ്റിയാണ്. എന്ന് പറഞ്ഞാല് നമ്മളെ ഈ മൃതകോശങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലോ, ഏതാണ്ട് 1% കോശങ്ങൾ നമ്മുടെ ശരീരത്തിൽ നശിച്ചു പോകുന്നതാണ് പറയുന്നത്. 37.4 ലക്ഷം കോടി കോശങ്ങളുണ്ട്. അതിൽ 1% എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് കോശങ്ങൾ ഉണ്ടാവും. ഈ മൃതകോശങ്ങൾ തള്ളിക്കളയാനായിട്ട് ശരീരത്തിന് സാധിക്കുന്നില്ല. അത് ക്യാൻസർ പോലുള്ള മാരകമായ രോഗങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നു. കാരണം 140 കോടി ജനങ്ങളുള്ള ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു മനുഷ്യൻ ചത്ത് ചീഞ്ഞ് കിടന്നുള്ള സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കി. എന്നതുപോലെ നമ്മളുടെ ശരീരത്തിനകത്ത് നമ്മളുടെ കോശങ്ങൾ തന്നെ മൃതമായിട്ട് കിടന്നുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അതിനെ സമയാസമയങ്ങളിൽ പുറത്തേക്ക് തള്ളിക്കളയണം. ആ കപ്പാസിറ്റിനെയാണ് ഒറാക്യു വാല്യൂ എന്ന് പറയുന്നത്. ആ ഒറാക്യു വാല്യൂ ഏറ്റവും കൂടുതലുള്ള ഒന്നാണ് 80,000 ടു 1,02,000 വരെ ഒറാക്യു വാല്യൂ ആണ് നമ്മളെ ഈ സിബാക്തോണിലുള്ളത്. ഒരു 5,000 ഒറാക്യു വാല്യൂ ഒരു ദിവസം നമ്മളുടെ മനുഷ്യ ശരീരത്തിന് ആവശ്യമാണ് എന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. കാരണം അതിന് 5,000 ഒറാക്യു വാല്യൂ ഉള്ള 5,000 ആന്റി ഓക്സിഡന്റ് ആയിട്ടുള്ള ഫുഡ്സ് നമ്മൾ കഴിക്കണമെന്നാണ് പറയുന്നത്. ഇതിൽ 80,000 ടു 1,02,000 വരെ ഉണ്ട്. മാത്രമല്ല ഇതിൽ വൈറ്റമിൻസ്, മിനറൽസ്, ആന്റി ഓക്സിഡന്റ്, അമിനോ ആസിഡ് തുടങ്ങിയ ഒട്ടനവധി ന്യൂട്രിയൻസ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. ഹാപ്പി മോളിക്യൂൾ ധാരാളമായി അടങ്ങിയിരിക്കുന്നുണ്ട്. അതായത് നമ്മളൊരു ഹാപ്പി മൂഡ് നിർത്തുന്നു. കാരണം നമ്മളെ തലച്ചോറാണ് നമ്മൾ ദുഃഖിതനായിരിക്കണം, നമ്മൾ സന്തോഷവാനായിരിക്കുന്നതൊക്കെ തീരുമാനിക്കുന്നത്. ഇപ്പൊ ടോപ്പോമിൻ എന്ന് പറയുന്ന ഹോർമോൺസ് നമുക്ക് പുറപ്പെടുവിക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ നമ്മളെല്ലാം വളരെ സന്തോഷവാനായിരിക്കും. നമുക്ക് വളരെ സന്തോഷവാനായിരിക്കും ഈ ഒരു ഹോർമോൺ. അതുപോലെ സെറോട്ടോൺ എന്ന് പറയുന്ന ഒരു ഹോർമോൺസ് നമ്മളെ എല്ലാ ശരീരത്തിൽ വരുന്നതെന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് പരീക്ഷ പേടി ഉണ്ടാവില്ല, നമ്മുടെ ശരീരത്തിൽ സമ്മർദ്ദം ഉണ്ടാവില്ല. അപ്പൊ സെറോട്ടോൺ എന്ന് പറയുന്ന ഹോർമോൺസ് നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഹാപ്പി ഹോർമോൺസ് നമുക്ക് ഉത്പാദിപ്പിക്കണം. നമുക്ക് വളരെ ഹാപ്പി ആയിരിക്കുള്ളൂ. നമ്മൾ കുട്ടികൾ എന്ന് പറഞ്ഞാൽ പരീക്ഷ പേടിയൊന്നും ഉണ്ടാവില്ല, ഒരു സമ്മർദ്ദവും ഇല്ല. പാട്ടും വഴി ഒരു സെറോട്ടോൺ എന്ന് പറയുന്ന ഹോർമോൺസ് ഉത്പാദിപ്പിക്കണം. ആ സെറോട്ടോൺ എന്ന് പറയുന്ന ഹോർമോൺസ് ഉത്പാദിപ്പിക്കാനായിട്ട് ഈ സിബാക്തോണിന് അപാരമായ ഒരു കഴിവുണ്ട്. അപ്പൊ ഹാപ്പി മോളിക്യൂൾസ് ധാരാളമായിട്ട് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. സെറോട്ടോണിന്റെ ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിനാൽ ഹാപ്പിനെസ് നിലനിർത്താനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ പരീക്ഷ പേടി ഇല്ലാതാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ ഒരു പോസിറ്റീവ് മൈൻഡിലേക്ക് വരുന്നുണ്ട്. കാരണം നമ്മളുടെ നാട്ടിൽ എന്തോരം വിദ്യാർത്ഥികളുണ്ടെന്ന് അറിയാമോ?
SLCക്ക് തന്നെ 12 ലക്ഷത്തോളം കുട്ടികൾ പരീക്ഷ എഴുതുന്ന പറയുന്നത്. ഈ +1 +2 12 ലക്ഷത്തോളം കുട്ടികളാണ്. 7ാം ക്ലാസ്സിന് മുകളിലുള്ള കുട്ടികളുടെ എണ്ണം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 50 ലക്ഷത്തോളം കുട്ടികൾ പഠിക്കുന്നു. ഈ 50 ലക്ഷത്തോളം കുട്ടികൾക്കും പരീക്ഷ പേടി ഇല്ലാതാക്കാനായിട്ട്, സമ്മർദ്ദം ഒഴിവാക്കാനായിട്ട്, ഹാപ്പി മോളിക്യൂൾസ് അവരുടെ ശരീരത്തിൽ ഉണ്ടാകാനായിട്ട് ഈ സെറോട്ടോണിന്റെ സാന്നിധ്യം എത്ര വലുതാണ് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. നമ്മൾ ഈ പ്രൊഡക്റ്റിന്റെ സാധ്യത നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. വൈറ്റമിൻ എയുടെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ കണ്ണിന്, മുടിക്ക്, ത്വക്കിന് ആരോഗ്യം കിട്ടുന്നുണ്ട്. ക്യാരറ്റിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ എയുടെ 3 മടങ്ങ് ഇതിലുണ്ട്. അതൊരു കാരണവശാലും നഷ്ടപ്പെട്ടു പോകില്ല. ക്യാരറ്റിൽ അടങ്ങിയിരിക്കുന്നതിനേക്കാളും 3 മടങ്ങ് വൈറ്റമിൻ എ കൂടുതലുണ്ടാവും. ഇത് ഉപയോഗിക്കുന്നവരുടെ കണ്ണിന്റെ കാഴ്ചയ്ക്ക് വളരെ കൂടും. അപ്പൊ വിദ്യാർത്ഥികൾക്ക് ഒരു കാരണവശാലും കണ്ണട വെക്കേണ്ടി വരില്ല. മുടി തഴച്ചു വളരും. മുടിക്ക് നല്ല കറുപ്പ് നിറം ഉണ്ടാവും. സ്കിന്നിന്റെ ആരോഗ്യം കൂടും. ഇത്തിരി നിറം കുറഞ്ഞ ആൾക്കാരാണെങ്കിൽ നല്ല നിറത്തിലേക്ക് വരും. അതാണ് വൈറ്റമിൻ എയുടെ ഗുണം. ഇതിന് വൈറ്റമിൻ എ സുലഭമായിട്ട് ഇതിലുണ്ട്. ഏറ്റവും കൂടുതൽ വൈറ്റമിൻ എ ഉള്ളത് സിബാക്ടോണിലാണ്. അതിൽ വൈറ്റമിൻ സി കൂടി നമ്മൾ പറയുന്നത് ഓറഞ്ച് കഴിക്കാനാണ് പറയുന്നത്. എന്തിനാ വൈറ്റമിൻ സി? നമ്മളെ പ്രതിരോധ സംവിധാനം ഉണർന്ന് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ സി വേണം. ഞാൻ പറഞ്ഞല്ല, വൈറസ് അല്ലാണ്ട് അപ്പം പോലും നമ്മുടെ ശരീരത്തിലേക്ക് വരില്ല. അതിന് നെല്ലിക്കയിൽ വൈറ്റമിൻ സി വളരെ കൂടുതലുണ്ട്. ഓറഞ്ചിൽ വൈറ്റമിൻ സി വളരെ കൂടുതലുണ്ട്. ആ ഓറഞ്ചിലുള്ള വൈറ്റമിൻ സിയുടെ 12 മടങ്ങ് കൂടുതൽ സിബാക്കത്തോണിലാണ്. അപ്പൊ ഇത് കഴിക്കുന്ന ആളുകളുടെ രോഗപ്രതിരോധ സംവിധാനം വളരെ ഉണർന്നതായിരിക്കുള്ളൂ. ഒരു രോഗവും അവരുടെ ശരീരത്തിലേക്ക് വരില്ല. കരളിന്റെ ആരോഗ്യം സംരക്ഷിക്കാനായിട്ട് വൈറ്റമിൻ ഇ വേണം. വൈറ്റമിൻ ഇ വളരെ റെയർ ആയിട്ട് മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. അത് പ്രോസസ്സിംഗിൽ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. പക്ഷെ എന്തിനുള്ളതിനേക്കാൾ കൂടുതൽ വൈറ്റമിൻ ഇ നമ്മളുടെ സിബാക്ടോണിലുണ്ട്. അതുകൊണ്ട് തന്നെ കരളിന്റെ ആരോഗ്യം സംരക്ഷിക്കപ്പെടും. ഈ കരൾ രോഗികൾക്ക് ഇത് വളരെ ഉത്തമമാണ്. കരളിന്റെ ഒരു ചെറിയ ഭാഗം മാത്രം മതി. കരള് പൂർണ്ണ ആരോഗ്യത്തോട് വളർന്നു വരും. കരൾ രോഗികൾ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്. സ്ത്രീകൾക്ക് പോലും കരൾ രോഗങ്ങൾ ഉണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ച് പറയുക, ഈ സിബാക്ടോൺ അവർക്ക് വളരെ നല്ല രീതിയിൽ അവരുടെ ആരോഗ്യം സംരക്ഷിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അല്ല, സെല്ലിന്റെ ആരോഗ്യം, സ്കിന്നിന്റെ ഭംഗി, ആരോഗ്യം വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ബി കോംപ്ലക്സ് ശക്തമായ രീതിയിലുണ്ട്. ബി കോംപ്ലക്സിന്റെ രക്തക്കുറവ് പരിഹരിക്കുന്നുണ്ട്. നാഡീവ്യൂഹത്തെ സംരക്ഷിക്കുന്നുണ്ട്. ആന്റി ഇൻഫ്ലമേറ്ററി ആണ്. ബി കോംപ്ലക്സ് ആന്റി ഇൻഫ്ലമേറ്ററി ആണ്. അതായത് നീർക്കെട്ട്, നമ്മുടെ ശരീരത്തിലുള്ള നീർക്കെട്ടുകൾ ഇല്ലാതാക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ആസ്മ, ആർത്രൈറ്റിസ്, പൈൽസ്, മൈഗ്രെയിൻ, സോറിയാസിസ് പോലുള്ള രോഗങ്ങൾ പരിപൂർണമായിട്ട് മാറുന്നതിന്റെ കാരണം നാച്ചുറൽ ബി കോംപ്ലക്സ് ഇതിൽ വളരെ കൂടുതലുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്ന രോഗങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടാനുള്ള കാരണം. പിന്നെ ആന്റി ഓക്സിഡന്റ് കൊണ്ട് ഇത് റിച്ച് ആണ്. ആന്റി ഓക്സിഡന്റ് റിച്ച് ആണ്. മുടിയുടെ ആരോഗ്യം സംരക്ഷിക്കുന്നുണ്ട്. മുടിയുടെ വളർച്ച സംരക്ഷിക്കുന്നുണ്ട്. പാൻക്രിയാസിന്റെ ബീറ്റാ സെല്ലിനെ ആക്റ്റീവ് ആക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പാൻക്രിയാസിന്റെ ബീറ്റാ സെല്ലുകളെ പുനർജനിപ്പിക്കാനായിട്ട് സാധിക്കുന്നു. അതിന് ഷുഗറിനെ കൺട്രോൾ ആകുന്നുണ്ട്. ഷുഗറിനെ പരിപൂർണമായിട്ട് ഷുഗർ രോഗത്തെ ഇല്ലാതാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടുന്നു. ആ രീതിയിലുള്ള റിസൾട്ട് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ ശരീരം ഒരു ദിവസം പ്രവർത്തിക്കാനായിട്ട് 210-ലധികം ബയോ ആക്റ്റീവ് ന്യൂട്രിയൻസ് നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. നമ്മുടെ ശരീരം ഒരു ദിവസം ആരോഗ്യത്തോടെ പ്രവർത്തിക്കാനായിട്ട് 210-ലധികം ബയോ ആക്റ്റീവ് ന്യൂട്രിയൻസ് 210-ലധികം ബയോ ആക്റ്റീവ് ന്യൂട്രിയൻസ് നമ്മുടെ ശരീരത്തിന് ഒരു ദിവസം ആരോഗ്യത്തോടെ പ്രവർത്തിക്കാനായിട്ട് ആവശ്യമാണ്. സിബാക്ടോണിൽ 160-ൽ പരം ബയോ ആക്റ്റീവ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് ഉണ്ട്. എന്നാലോചിച്ച് നോക്കിയേ, 210 വേണ്ടത്. അതിൽ ഈ ഉൽപ്പന്നത്തിന് മാത്രം 190 ന്യൂട്രിയൻസ് ഉണ്ട്. ബയോ ആക്റ്റീവ് ന്യൂട്രിയൻസ് 190-ൽ കൂടുതൽ അടങ്ങിയാണ്. ഇതൊക്കെ പറഞ്ഞ ആരാ കഴിക്കാത്തത്? ഇപ്പൊ നിങ്ങൾക്ക് തന്നെ ഇത് വാങ്ങിച്ച് കഴിക്കാൻ തോന്നലില്ലേ? ഞാൻ എന്റെ ടീമിൽ പറഞ്ഞപ്പോൾ അവരെല്ലാവരും തന്നെ വരുന്ന ആദ്യ ദിവസം തന്നെ വാങ്ങിക്കാൻ തയ്യാറായി. അമൃത് പോലുള്ളൊരു ഉൽപ്പന്നമാണ്. ഇതിന്റെ ഒരു ഗുണങ്ങള് കുറച്ചുകൂടി ഞാൻ പറയാം. ധാരാളം ബയോ ഫ്ലേവനുകൾ ഇതിലടങ്ങിയാണ്. അത് നമ്മുടെ ശരീരത്തിന് വേണ്ട ഒന്നാണ് ബയോ ഫ്ലവനൈഡുകൾ. അങ്ങനെയുള്ള ഓരോ വാക്കുകളൊക്കെ ഇനി നമ്മൾ കേൾക്കോട്ടെ. അപ്പൊ ധാരാളം ബയോ ഫ്ലവനൈഡുകൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. ഹാർട്ടിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനായിട്ട് ഈ ബയോ ഫ്ലവനൈഡുകൾ സഹായിക്കുന്നുണ്ട്. അതിലെ ക്യാൻസറിനെ പ്രതിരോധിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നെർവസിന്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നുണ്ട്. വെരിക്കോസ് വെയിൻ 100% ഇല്ലാതാക്കുന്നുണ്ട്. അത് ഈ ബയോ ഫ്ലവനൈഡുകൾ ഉള്ളത് കൊണ്ടാണ്
ഹാർട്ടിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ സാധിക്കുന്നത്, ക്യാൻസറിനെ പ്രതിരോധിക്കാൻ സാധിക്കുന്നത്, നെർവസിന്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ സാധിക്കുന്നത്, വെരിക്കോസ് വെയിനെ 100% ഇല്ലാതാക്കാൻ സാധിക്കുന്നത് ഈ ബയോഫ്ലവനോയിഡുകൾ ഇതിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളതുകൊണ്ടാണ്. ഇത് ഓർക്കാൻ പറ്റുന്ന മെമ്പേഴ്സിനൊക്കെ ഓർക്കുക. 2-3 നോട്ട്സ് തയ്യാറാക്കി 1-2 പ്രാവശ്യം ഉരുവിട്ടാലും നന്നായിട്ട് പഠിക്കാൻ പറ്റും. നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ജനങ്ങളോട് അവതരിപ്പിക്കാൻ പറ്റും. ജനങ്ങളോട് നന്നായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉൽപ്പന്നങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടീമിനെ വിറ്റഴിക്കാൻ പറ്റും. എങ്കിലും നിങ്ങളും നിങ്ങളുടെ ടീമുകളും ഏറ്റവും സമ്പന്നമായിട്ട് മാറും. അറിവാണ് നമ്മളെല്ലാവരുടെയും ആയുധം. അറിവുള്ളവരാണ് എവിടെയും ഏറ്റവും കൂടുതൽ വിജയിക്കുന്നത്. ശരീരത്തിലെ പ്രവർത്തനത്തിന് ആവശ്യമായ 20 എസെൻഷ്യൽ അമിനോ ആസിഡ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ശരീരത്തിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായ 20ഓളം എസെൻഷ്യൽ അമിനോ ആസിഡുകൾ ഇതിൽ അടങ്ങിയിരിക്കുന്നതിനാൽ മനുഷ്യ ശരീരത്തിന് ആവശ്യമായ മുഴുവൻ പ്രോട്ടീൻസ് ലഭിക്കുന്നു. അപ്പൊ ഇത് മനുഷ്യ ശരീരത്തിന് ആവശ്യമായ വ്യത്യസ്തമായ ഒരുപാട് പ്രോട്ടീൻസ് ഉണ്ട്. ആ വ്യത്യസ്തമായ ഒരുപാട് പ്രോട്ടീൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ആ കിട്ടുന്നതിന്റെ കാരണം മനുഷ്യ ശരീരത്തിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായ 20ഓളം എസെൻഷ്യൽ അമിനോ ആസിഡുകൾ ഇതിൽ അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ മുഴുവൻ പ്രോട്ടീൻസ് ലഭിക്കുന്നതിന്റെ കാരണം. അതുകൊണ്ട് ഒരു ആന്റി ഏജിങ് പ്രോസസ്സിംഗ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. പ്രായാധികം കുറക്കാൻ സാധിക്കുന്നുണ്ട്. ആരോഗ്യം ക്ഷയിച്ചവരുടെ ആരോഗ്യം വീണ്ടെടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു മൃതസഞ്ജീവനിയാണ്. അപ്പൊ ആരോഗ്യം ക്ഷയിച്ചിരിക്കുന്ന ചില രോഗികളും മറ്റുമൊക്കെ ഉണ്ടല്ലോ. അല്ല, ആരോഗ്യം കുറഞ്ഞ ഒരുപാട്, എല്ലാവർക്കും തന്നെ ആരോഗ്യന്മാർ വളരെ കുറവേ ഉള്ളു. ഇപ്പൊ ആരോഗ്യന്മാരെന്ന് പറയാനായിട്ട് ഇപ്പൊ ആരാ ഉള്ളത്? മനോജ് സാറുണ്ട്, ബെന്നി സാറുണ്ട്, ഡാനി സാറുണ്ട്, സുരേഷ് സാറുണ്ട്, ഞാനുണ്ട്. അങ്ങനെയുള്ള കുറെ ആൾക്കാർ മാത്രമേ ആരോഗ്യന്മാരായിട്ടുള്ളൂ, 100% ആരോഗ്യന്മാരായിട്ടുള്ളൂ. ബാക്കി എല്ലാവർക്കും തന്നെ മൃതസഞ്ജീവനി പോലുള്ള ഇതേപോലെ ഉൽപ്പന്നങ്ങൾ വളരെ അത്യാവശ്യമാണ്. ഇതൊക്കെയാണ് ഇതിന്റെ ഗുണങ്ങൾ. ഇതിന്റെ ഗുണങ്ങൾ കുറച്ചുകൂടി പറയണോ? അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടി പറഞ്ഞേക്കാം. നമ്മൾ സാധാരണ മറ്റു ഉൽപ്പന്നങ്ങളാണല്ലോ പറയുന്നത്. ആള് കുറവാണല്ലോ. ആള് കുറവുള്ളപ്പോഴാണ് എനിക്ക് എനർജി ലെവൽ കൂടണം. കാരണം ഇവിടെ ഒരു വളരെ കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ എനർജി ലെവൽ കൂടും. ഞാൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാണ്. എന്താന്ന് എനിക്കറിയാൻ പാടില്ല. കാരണം അവർക്ക് മാത്രമായിട്ട് പഠിക്കാനല്ല. അതാണ് എന്റെ കാരണം. കുറഞ്ഞ ആളുകൾക്ക് മാത്രമായിട്ട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. ഞാൻ നല്ലോണം പറയും, വളരെ സ്മാർട്ടായിട്ട് ഞാൻ പറയും. അപ്പൊ ഞാൻ കുറച്ചുകൂടി പറയാം, സിബാക്തോട് പറയാം. കുറച്ചുകൂടി സിബാക്തോട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാറ് നിർദ്ദേശിച്ച അത്ഭുത കനിയാണിത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ 1 മിനിറ്റിൽ താഴെ സമയം വരുന്ന ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുക്കും. ഞാൻ വേണമെങ്കിൽ അത് ഇത് കഴിയുമ്പോൾ മീറ്റിംഗ് കഴിയുമ്പോൾ ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാം. അത് പറയുന്ന ആരാണെന്ന് അറിയാമോ? PhD എടുത്ത വിദ്യാർത്ഥികളോട് പറയുന്നത്, അവരുടെ പബ്ലിക്കിനോടല്ല പറയുന്നത്. അപ്പൊ അതിന്റെ ആ നിലവാരം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവരോട് പറയുന്നത്, അവരോട് പറഞ്ഞ ഒരു അത്ഭുത കരിയാണ് ഇത്. ഇന്ത്യൻ പ്രധാനമന്ത്രി അവർ റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മളാരുമല്ല. റെക്കമെൻഡ് ചെയ്യുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാറാണ്. അദ്ദേഹം പറയുന്നത് ഇത് -40 ഡിഗ്രി സെന്റിഗ്രേഡ്. -40 ഡിഗ്രി സെന്റിഗ്രേഡ് ആലോചിച്ച് നോക്കിയേ. 0 ഡിഗ്രി സെന്റിഗ്രേഡിൽ വരുമ്പോൾ തന്നെ നമുക്ക് താങ്ങാൻ പറ്റൂല. ചില സമയത്ത് മൂന്നാറൊക്കെ ആ ഒരു കാലാവസ്ഥയായിരിക്കുള്ളൂ. -40 ഡിഗ്രി സെന്റിഗ്രേഡ് മഞ്ഞുമലയാണ്. മഞ്ഞ് വീഴ്ചയുള്ള മഞ്ഞുമല. അങ്ങനെയുള്ള മഞ്ഞുമലയിൽ വളരാനുള്ള കഴിവതിനുണ്ട്. പ്ലസ് മരുഭൂമിയിൽ +40 ഡിഗ്രി സെന്റിഗ്രേഡ് വരെയുള്ള കഠിനമായ കാലാവസ്ഥയെ അതിജീവിക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ -40 ഡിഗ്രി സെന്റിഗ്രേഡ് +40 ഡിഗ്രി സെന്റിഗ്രേഡ് ആ കാലാവസ്ഥയിൽ തഴച്ചു വളരാനുള്ള കഴിവതിനുണ്ട്. അതാണ് ഈ അത്ഭുത കരയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് ഞാൻ പറയുന്ന കാര്യമല്ല, ഇത് നരേന്ദ്രമോദി സാറ് പറയുന്ന കാര്യമാണ് കേട്ടോ. അപ്പൊ മഞ്ഞുമലയിലും വരൾച്ചയുള്ള കാലാവസ്ഥയിലും വളരുവാൻ ഇതിന് സാധിക്കും. ഹിമാലയം, ലഡാക്ക്, യൂറോപ്പ്, മലേഷ്യ എന്നിവിടങ്ങളിൽ ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അപ്പൊ ഇന്ത്യയിൽ ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഹിമാലയത്തിലാണ്. ഏറ്റവും കൂടുതലുള്ളത് ഹിമാലയം, ലഡാക്ക്, യൂറോപ്പ്, മലേഷ്യ എന്നിവിടങ്ങളിലാണ് ഇത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. സിബാക്തോൺ യുവജനങ്ങൾക്ക് പതിവായി കഴിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ നിർദ്ദേശിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ഗുണങ്ങള് ഒരു കലവറ ആയതുകൊണ്ടാണ് ഇന്ത്യൻ യുവജനങ്ങള് ഇത് എല്ലാ ദിവസവും സിബാക്തോൺ കഴിക്കണം എന്ന് പറയുന്നത്. മാത്രമല്ല ഇന്ത്യൻ മിലിറ്ററിയിൽ ഇത് ഇന്ത്യൻ ജവാന്മാർക്ക് ഇത് കൊടുക്കുന്നുണ്ട്, സിബാക്തോൺ കൊടുക്കുന്നത്. അതേപോലെ തന്നെ കായിക താരങ്ങൾക്ക് സിബാക്തോൺ കൊടുക്കുന്നത്. അവരുടെ കായിക ക്ഷമത വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഇത് കൊടുക്കുന്നത്. ഇത് വിറ്റാമിൻ സി ഉണ്ട്, ആന്റി ഓക്സിഡന്റുകൾ സമ്പന്നമാണ്, omega-3, 6, 7, 9 ഫാറ്റി ആസിഡുകളെ സമ്പന്നമാണ്. omega-3 എന്നല്ലാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഇത് omega-3, omega-6, omega-7, omega-9 ആ നമ്പർക്ക് ഒന്ന് പഠിച്ചേക്ക്. ഞാൻ കാണാതെ പഠിച്ചിട്ടുണ്ട്, എനിക്ക് ആരോടും കാണാതെ പറയാൻ പറ്റും. omega-6, omega-3, omega-6, omega-7, omega-9 ഫാറ്റി ആസിഡുകൾ ഇത് സമ്പന്നമാണ്.
ഇതിന്റെ പൂക്കളും ഇലകളും തണ്ടുകളും വേരുകളും എന്നിവയ്ക്കും ഉയർന്ന ഔഷധ മൂല്യമുണ്ട്, സാമ്പത്തിക മൂല്യമുണ്ട്. ഇതിനെല്ലാം ഉയർന്ന ഇതെല്ലാം എന്നാൽ സമൂലം, നമ്മൾ പറയില്ലേ സമൂലം എന്ന് പറയില്ലേ, അങ്ങനെ സമൂലം ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ്. ഹിമാലയൻ ബെറി എന്നറിയപ്പെടുന്ന അതിന്റെ വേരുകൾ 200 അടി താഴ്ചയിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ -40°C +40°C ഏത് പ്രതികൂല സാഹചര്യത്തിലും ഇതിന് വളരാൻ സാധിക്കുന്നുണ്ട്. ഇതിന് മറ്റൊരു പ്രത്യേകത, ഇതിന്റെ ഒരു കുറ്റിച്ചെടിയാണത്. ഇതിന്റെ വേരുകൾ 200 അടി താഴ്ചയിലേക്ക് പോകുന്നു. അതുകൊണ്ടാണ് ഇതിന്റെ ഗുണം കിട്ടുന്നത്. ഏത് പ്രതിസന്ധിയിലേക്കും അതിജീവിക്കാൻ ഇതിന് കഴിയുന്നുണ്ട്. 100 കണക്കിന് റിസർച്ചുകൾ ലോകത്ത് നടന്നിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ചുള്ള 100 കണക്കിന് റിസർച്ചുകൾ നടന്നിട്ടുണ്ട്. ആ റിസർച്ചുകളുടെ റിസൾട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഇതെല്ലാം പ്രൂഫ് ചെയ്ത കാര്യങ്ങളാണ്. ഇത് ആന്റി ഏജിങ് പ്രോസസ്സിങ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ട്. ആന്റി ക്യാൻസർ ആണ്, ആന്റി ഡിസീസ് ആണ്, വൈറ്റമിൻസ്, മിനറൽസ് ഇതിന്റെ ഒരു വലിയ കലവറയാണ്. ഒരുപാട് വൈറ്റമിൻസും ഉണ്ട്, ഒരുപാട് മിനറൽസിന്റെയും ഒരു വലിയ കലവറയാണത്. ടിബറ്റ്, മംഗോളിയൻ, ചൈനീസ്, റഷ്യ, യൂറോപ്പ് എന്നീ രാജ്യങ്ങളിൽ വൈവിധ്യമാർന്ന രോഗങ്ങൾക്ക് ഇതൊരു മൂലക്കല്ലായി മാറിയിരുന്നു. ഒരു പാരമ്പര്യമായിട്ട്, ഒരു അമൃത് പോലെ എല്ലാ രോഗങ്ങൾക്കും ഒരു മൂലമരുന്നായിട്ട്, ഒരു പാരമ്പര്യ മരുന്നായിട്ട് ഇതൊരു ഉപയോഗിക്കുന്നുണ്ട്. രോഗ സംഹാരി മാത്രമല്ല, പതിവായി ഉപയോഗിക്കുന്നവർക്ക് യൗവനം നിലനിർത്താനും ആരോഗ്യം സംരക്ഷിക്കാനും ആയുസ് വർദ്ധിപ്പിക്കാനും ഈ പഴത്തിന് അസാധാരണമായ ഒരു കഴിവുണ്ട്. അത് ക്ലിനിക്കിൽ പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. പോഷകങ്ങളിൽ സമ്പന്നമാണ്. പൊട്ടാസ്യം, കാൽസ്യം, ഫോസ്ഫറസ്, മെഗ്നീഷ്യം, അയൺ. കേട്ടാ, ഇതൊക്കെ ഏതാഹാരത്തിലുള്ളത്? ഈ പൊട്ടാസ്യം ഒക്കെ ഇതിലുണ്ട്. പൊട്ടാസ്യം ഞാൻ പറയാറുണ്ട്, പൊട്ടാസ്യം കിട്ടണമെന്നുണ്ടെങ്കിൽ ഏത്തപ്പഴം കഴിക്കണം. 37.4 ലക്ഷം കോടി കോശങ്ങൾക്ക് ആവശ്യമായ പൊട്ടാസ്യം കഴിക്കണമെന്നുണ്ടെങ്കിൽ 3.5 കിലോ ഏത്തപ്പഴം കഴിക്കണം. ഒരേ ഏത്തപ്പഴം തന്നെ കഴിക്കണം, എന്തൊരു വിഷമിച്ചാണോ നമുക്കറിയാം. പിന്നെ പൊട്ടാസ്യം ഉണ്ട് കരിക്ക്. ആരെ കരിക്ക് കഴിക്കുന്നത്? തമിഴന്മാരുടെ കരിക്ക് കഴിക്കാനായിട്ട് എല്ലാവർക്കും പേടിയാണ്. അതിന് വിഷമുണ്ട്. അതിൽ പൊട്ടാസ്യം സയനൈഡാ ഉള്ളത്, അതിൽ പൊട്ടാസ്യം അല്ല ഉള്ളത്. പിന്നെ ഏത് ആഹാരത്തിലാണ് പൊട്ടാസ്യം ഉള്ളത്? വേറെ ഒന്നിനുമില്ല സുഹൃത്തുക്കളെ പൊട്ടാസ്യം. ഈ പൊട്ടാസ്യം എന്താണെന്ന് അറിയാമോ? 37.4 ലക്ഷം കോടി കോശങ്ങളുടെയും ആരോഗ്യത്തിനും ഈ കോശങ്ങളുടെ പുനർനിർമ്മാണത്തിനും പൊട്ടാസ്യം നമ്മുടെ ശരീരത്തിൽ ആവശ്യമാണ്. ആ പൊട്ടാസ്യം സുലഭമായിട്ട് സിബാക്തോണിലുണ്ട്. കാൽസ്യം, എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് കാൽസ്യം അത്യാവശ്യമാണ്. ഏറ്റവും ഉയർന്ന അളവിൽ കാൽസ്യം ഉണ്ട്. ഫോസ്ഫറസ്, ഏറ്റവും ഉയർന്ന രീതിയിൽ ഫോസ്ഫറസ് ഉണ്ട്. മെഗ്നീഷ്യം ഉണ്ട്. അയൺ ചീരയിലൊക്കെ ഉണ്ട്, കരളിലൊക്കെ ഉണ്ട്. ആ അയൺ ഇതിൽ സുലഭമായിട്ടുണ്ട്. ഇന്ന് ധാതുക്കളിൽ സമ്പന്നമാണ്. പിന്നെ ശക്തമായ ആന്റി ഓക്സിഡന്റുകളാൽ സമ്പന്നമാണ്. ഞാനിവിടെ പല പ്രാവശ്യം ആന്റി ഓക്സിഡന്റുകളെ കുറിച്ച് പറഞ്ഞ്, ഇനി ആന്റി ഓക്സിഡന്റിനെ കുറിച്ച് ഒന്ന് പറഞ്ഞേക്കാം. ഇനി ഒരു മിനിറ്റിൽ ഞാൻ ഈ കാര്യങ്ങളൊന്നും ഡെവലപ്പ് ചെയ്ത് പറയൂല, ഷോർട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുള്ളൂ. ഇപ്പൊ മേഘനത്തോറപ്പയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ലേ, കാരണം ഞാൻ ഇതെല്ലാം വിശദീകരിച്ച് പറയുന്നതിന്റെ കാരണം ആള് കുറവായതിന്റെ പേരിലാണ്. അപ്പൊ അടുത്ത ബുധനാഴ്ചയും കുറച്ച് ആള് കുറവാണെങ്കിൽ കുറച്ചും കൂടി കാര്യങ്ങൾ ഞാൻ വളരെ മനോഹരമായിട്ട് പറയും. ഒരു 100-ൽ താഴെ ആളുകൾ ഉണ്ട് എങ്കിൽ എന്റെ ആവേശം കൂടുവട്ടെ. അപ്പൊ നിങ്ങളാണ് തീരുമാനിക്കേണ്ട ആളുകൾ കുറക്കാനായിട്ട്, ഞാനല്ല തീരുമാനിക്കേണ്ടത്. അപ്പൊ ആന്റി ഓക്സിഡന്റിനെ സംബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞോട്ടെ. എന്താണ് ആന്റി ഓക്സിഡന്റ്? അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഒരു ഓക്സിഡേഷൻ സംഭവിക്കുന്നുണ്ട്. ഈ ഓക്സിഡേഷന്റെ പ്രത്യേക കാരണം എന്താണെന്ന് അറിയാമോ? ഈ ഓക്സിഡേഷൻ സംഭവിക്കുന്നതിന്റെ കാരണം ഇത് 1954 നിലവിൽ വന്ന ഒരു തിയറിയാണ്. അതിനു മുമ്പൊക്കെ നമ്മുടെ ശരീരത്തിൽ ഓക്സിഡേഷൻ സംഭവിക്കുന്നുണ്ട്. പക്ഷേ അത് രോഗികൾക്ക് ഡോക്ടേഴ്സ് മരുന്ന് കൊടുക്കാറുണ്ട്, രോഗനിർണയം നടത്താറുണ്ട്, മരുന്ന് കൊടുക്കാറുണ്ട്. പക്ഷെ ആ മരുന്നിന് റിസൾട്ട് കിട്ടാറില്ല. ചില ആളുകൾ പറയും എനിക്ക് രോഗമുണ്ടെന്ന് പറയും, അതിന് വൈദ്യശാസ്ത്രം നോക്കിയിട്ട് പറയും നിങ്ങൾക്ക് രോഗമില്ലെന്ന് പറയും. അപ്പൊ ഒരു രോഗിയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ രോഗിയല്ല എന്ന ഒരു രോഗിയുമാണ്. ആരോഗ്യവാനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ ആരോഗ്യവാനാണ് എന്ന ആരോഗ്യവാനല്ല. അങ്ങനത്തെ ഒരു പ്രതിഭാസം. ആ പ്രതിഭാസത്തിന്റെ കാരണം 1954 വൈദ്യശാസ്ത്രം കണ്ടെത്തിയത്. അതിന്റെ തിയറി ഫ്രീ റാഡിക്കലാണ്. നമ്മുടെ ശരീരത്തിൽ ഒരു ആന്റി ഓക്സിഡന്റ് ഉണ്ടാകുന്നു. ഈ ആന്റി ഓക്സിഡന്റ് ഭക്ഷണത്തിൽ കൂടി ലഭിക്കുന്നില്ല. കാരണം ഓക്സിഡേഷൻ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട്. ആ ഓക്സിഡേഷൻ നമുക്ക് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ, കോശങ്ങളുടെ നാശം ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ആന്റി ഓക്സിഡന്റ് ആയ ഫുഡുകൾ നമ്മൾ കഴിക്കണം. ഈ ആന്റി ഓക്സിഡന്റ് നമുക്ക് ഭക്ഷണത്തിൽ കിട്ടുന്നില്ല. അത് ഫുഡ് സപ്ലിമെന്റിൽ കൂടി മാത്രമേ കിട്ടുള്ളൂ. ഇന്നത്തെ ജീവിതശൈലി, ഭക്ഷണശൈലി ശരീരത്തിൽ അസിഡിലേക്ക് ആക്കുന്നുണ്ട്. അസിഡിലേക്ക് ശരീരത്തിൽ ഡാമേജ് ആക്കുന്നുണ്ട്. അത് രോഗങ്ങൾക്ക് കാരണമായിട്ട് മാറുന്നുണ്ട്. അപ്പൊ ആൽക്കലൈൻ ശരീരത്തെ സംരക്ഷിക്കുന്നുണ്ട്. വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ ഫ്രീ റാഡിക്കളെ നശിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സെലിനിയം എന്നുള്ളൊരു എലിമെന്റ്, അത് വളരെ റെയറായ എലിമെന്റ് ആണ്. ശരീരത്തിൽ നല്ല നിലനിൽപ്പിന് ആവശ്യമാണ്. പല മരുന്നുകളും ഭക്ഷണങ്ങളും ആന്റി ഓക്സിഡന്റിനെ തകർക്കുന്നുണ്ട്.
അപ്പൊ സമ്പൂർണ്ണ ആരോഗ്യത്തോടെ നമുക്ക് ജീവിക്കാനായിട്ട്, ജീവിതം ആസ്വദിക്കാനായിട്ട് നമ്മുടെ ശരീരത്തിൽ ആന്റി ഓക്സിഡന്റ് ആവശ്യമാണ്. എന്താണ് ആന്റി ഓക്സിഡന്റ്? ഓക്സിജനായി രാസപ്രവർത്തനം നടത്തുന്നതാണ് ഓക്സിഡേഷൻ. ഓക്സിജനായി രാസപ്രവർത്തനം നടത്തുന്നതാണ് ഓക്സിഡേഷൻ. നമ്മൾ ഇരുമ്പ് തുരുമ്പിക്കുന്ന പോലെ ആപ്പിൾ മുറിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രൗൺ നിറമാകുന്നത് പോലെ ഘടന നഷ്ടപ്പെട്ട കോശങ്ങളാണ് ഫ്രീ റാഡിക്കലുകൾ. എന്താണ്? ഘടന നഷ്ടപ്പെട്ട കോശങ്ങളാണ് ഫ്രീ റാഡിക്കലുകൾ. സെല്ലിലെ ഇലക്ട്രോണിക്സ് ജോഡി ആയിട്ടാണ് നിൽക്കുന്നത്. ജോഡി നഷ്ടപ്പെട്ട സെല്ലിലെ അൺപെയർ ആയിട്ടുള്ള ആറ്റംസ് ആണ് ഫ്രീ റാഡിക്കൽ. 90% രോഗങ്ങളുടെയും കാരണം ഓക്സിഡേഷൻ ആണ്. ഓക്സിഡേഷൻ തടയാനായിട്ട് ഒറ്റ മാർഗം ആന്റി ഓക്സിഡന്റ് ആയ ഭക്ഷണങ്ങൾ കഴിക്കുക. ഫ്രീ റാഡിക്കലിന്റെ എണ്ണം കൂടുകയും ആന്റി ഓക്സിഡന്റ് അളവുകൾ കുറയുകയും ചെയ്യുമ്പോൾ ശരീരത്തിൽ സ്ട്രെസ് വർദ്ധിക്കും. ഇതിനെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് വിളിക്കുന്നു. ശരീരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് തോന്നും, പരിശോധനയിൽ ഒന്നും കണ്ടുകിട്ടുകയില്ല. ഇതിനെ സബ് ഹെൽത്ത് സ്റ്റാർട്ട് എന്ന് പറയും. ആരോഗ്യമുണ്ടോ? ആരോഗ്യമില്ല. അസുഖമുണ്ടോ എന്ന് ചോദിച്ചാൽ അസുഖമില്ല. ഈ സ്റ്റേജ് കഴിയുമ്പോൾ ഒരു വ്യക്തി രോഗിയായിട്ട് മാറുന്നു. അപ്പൊ ആന്റി ഓക്സിഡന്റ് എന്ന് പറഞ്ഞാൽ ഫുൾ ഇലക്ട്രോണുകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. പഴങ്ങളും പച്ചക്കറികളും ആന്റി ഓക്സിഡന്റ് ഉണ്ട്. പ്രകൃതിയിൽ മരങ്ങളും ചെടികളും ഈ ആന്റി ഓക്സിഡന്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. വേവിച്ചാൽ ഇത് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. പ്രാണവായു അടങ്ങിയ പഴങ്ങളും പച്ചക്കറികളും ഇലക്കറികളുമാണ് ആന്റി ഓക്സിഡന്റ്. ഈ ആന്റി ഓക്സിഡന്റ് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് നമ്മളുടെ എന്തിനാണ്? സി ബാക്ടോണിലാണ്. അതാണ് ആന്റി ഓക്സിഡന്റുകൾ സംബന്ധിച്ച്. ഞാൻ അത് വളരെ വിശദമായിട്ട് തന്നെ എടുത്ത് പോകണേ. ഇനി ഇതുപോലെ എടുക്കാൻ തയ്യാറാവില്ല. അത്യാവശ്യമായിട്ട് കാര്യങ്ങൾ മാത്രമേ ഇനി പറയുള്ളൂ. അപ്പൊ ഇത് വിട്ടുമാറാത്ത രോഗങ്ങളുടെ തീവ്രത കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഹൃദയത്തിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നുണ്ട്. LDL കൊളസ്ട്രോളിനെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. രക്തക്കുഴലിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നുണ്ട്. രക്തക്കുഴൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ 1,00,000 കിലോമീറ്റർ നീളം വരുന്ന രക്തക്കുഴലുകളുണ്ട് സുഹൃത്തുക്കളെ. അതിന് എലാസ്തികത നമ്മൾ എല്ലാവരും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആ എലാസ്തികത പരിപൂർണമായിട്ട് മെച്ചപ്പെടുത്താനും ഈ രക്തക്കുഴലുകളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാനും ഉയർന്ന പ്രതിരോധ ശേഷി ഉണ്ടാക്കാനും അണുബാധയെയും രോഗങ്ങളെയും ചെറുക്കാനും ശരീരത്തിന് സഹായിക്കുന്നുണ്ട്. ചർമ്മരോഗങ്ങൾ പരിപൂർണമായി ഇല്ലാതാക്കി ചർമ്മ ആരോഗ്യം സംരക്ഷിക്കുന്നുണ്ട്. ഒമേഗ 3, 6, 7, 9 ഫാറ്റി ആസിഡുകളാൽ സമ്പന്നമാണ്. അപൂർവമായ ഒമേഗ 7 ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ദഹനാരോഗ്യത്തെ പിന്തുണക്കുന്നുണ്ട്. കരൾ ആരോഗ്യത്തെ പിന്തുണക്കുന്നുണ്ട്. അപ്പൊ ഇത് കരൾ രോഗം മാറുന്നതിന്റെ കാരണം ഒമേഗ 7 ഫാറ്റി ആസിഡ് ഉണ്ട്. ഇതിൽ വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട്. ആ കാരണം കൊണ്ടാണ് ഇത് കരൾ രോഗങ്ങൾ ചെറുക്കാനും കരളിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ സാധിക്കുന്നത്. കരളിന്റെ കേടുപാടുകൾ ഇല്ലാതാക്കി കരളിന്റെ പരിപൂർണ ആരോഗ്യം സംരക്ഷിക്കാനായിട്ട് ആന്റി ഇൻഫ്ലമേറ്ററി എഫക്ട് ശരീരത്തിൽ ഉണ്ടാക്കാനും നീർക്കെട്ടുകൾ ഇല്ലാതാക്കാനും സഹായിക്കുന്നുണ്ട്. കണ്ണിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നുണ്ട്. മുറിവുകൾ ഉണക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. പൊള്ളലിനെ ശമിപ്പിക്കുന്നുണ്ട്. തലച്ചോറിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നുണ്ട്. രക്തത്തിലെ പഞ്ചസാര കുറക്കുന്നുണ്ട്. ഇൻസുലിൻ മെച്ചപ്പെടുത്തുന്നുണ്ട്. സ്ട്രെസ് കുറക്കുന്നുണ്ട്. യോനിയിലെ വളർച്ച ഇല്ലാതാക്കുന്നുണ്ട്. ആർത്തവ സംബന്ധമായ അസുഖങ്ങൾ ഇല്ലാതാക്കുന്നുണ്ട്. മുടിയുടെ വളർച്ചയെ സഹായിക്കുന്നുണ്ട്. ഒഴിവാക്കേണ്ടവർ ഇത് കഴിക്കാൻ പാടില്ലാത്തവര്, ഗർഭിണികൾ കഴിക്കാൻ പാടില്ല, മുലയൂട്ടുന്നവർ കഴിക്കാൻ പാടില്ല, രക്തസ്രാവ ലക്ഷണം ശരീരത്തിലുള്ളവർ കഴിക്കാൻ പാടില്ല, ശസ്ത്രക്രിയകൾക്ക് അടുത്ത ദിവസങ്ങളിൽ വിധേയരാകുന്നവർ ഇത് കഴിക്കാൻ പാടില്ല, കുറഞ്ഞ രക്തസമ്മർദ്ദമുള്ളവർ ഇത് കഴിക്കാൻ പാടില്ല. ഇതൊരു സൂപ്പർ ഫുഡാണ്. 190-ലധികം ബയോ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞു. ഞാൻ ഷോർട്ടായിട്ട് പറയാനൊന്ന് നോട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ ഇത് മാത്രമേ പറയുള്ളൂ. ശരീരത്തിൽ ഒരു ദിവസം പ്രവർത്തിക്കാനായിട്ട് 210-ലധികം ബയോ ആക്റ്റീവ് ന്യൂട്രിയൻസ് ആവശ്യമുണ്ട്. അതിൽ 190 ന്യൂട്രിയൻസ് ഇതിൽ കിട്ടുന്നുണ്ട്. 17 അപൂർവമായ വൈറ്റമിൻസിൽ അടങ്ങിയിട്ടുണ്ട്. 17 അപൂർവമായ വൈറ്റമിൻസിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ഒറാക്യു വാല്യൂ 80,000-നും 1,02,000 ഇടക്കാണ്. 14 മിനറൽസ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. 18 അമിനോ ആസിഡ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇതൊരു സ്ട്രോങ് ആന്റി ഓക്സിഡന്റ് ആണ്. അതായത് ഇവിടെ പറഞ്ഞല്ല ആന്റി ഓക്സിഡന്റ് എന്താന്ന് പറഞ്ഞല്ല. ഇത് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. ഒമേഗ 3, 6, 7, 9 ഫാറ്റി ആസിഡുകളാൽ സമ്പന്നമാണ്. ശരീരത്തിന് ആവശ്യമായ 20 എസൻഷ്യൽ അമിനോ ആസിഡ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ശരീരത്തിന് ആവശ്യമായ മുഴുവൻ പ്രോട്ടീൻസ് ലഭിക്കുന്നുണ്ട്. ബയോഫ്ലേവോയിഡുകളുടെ കലവറയാണ്. ഹാർട്ടിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നുണ്ട്. വൈറ്റമിൻ എ ക്യാരറ്റിലുള്ളതിനേക്കാൾ 3 മടങ്ങ് കൂടുതൽ കിട്ടുന്നുണ്ട്. വൈറ്റമിൻ സി ഓറഞ്ചിനുള്ളതിനേക്കാൾ 12 മടങ്ങ് കൂടുതൽ കിട്ടുന്നുണ്ട്. ഇതൊരു അമൃതിന് തുല്യമാണ് സുഹൃത്തുക്കളെ. ഇതൊരു അമൃതിന് തുല്യമാണ്. അപ്പൊ ഇന്നത്തെ മീറ്റിംഗിൽ കയറിയ ആൾക്കാർ ഭാഗ്യവാന്മാരല്ലേ? ഒന്ന് മൈക്ക് ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം എന്ന് പറഞ്ഞേ. പ്രമേഴ്സ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് ഡോക്ടേഴ്സിന്, എഞ്ചിനീയേഴ്സിന്, ശാസ്ത്രജ്ഞന്മാര് വേണമെങ്കിൽ ക്യാൻവസ് ചെയ്യാനുള്ള ക്ലാസ് കഴിയുന്നത്. വൈറ്റമിൻ എ കരളിന്റെ ആരോഗ്യം, വൈറ്റമിൻ എ കണ്ണിന്റെ ആരോഗ്യം, വൈറ്റമിൻ എ മുടിയുടെ ആരോഗ്യം,
വൈറ്റമിൻ എ സോറിയാസ് പോലുള്ള രോഗങ്ങൾ ഇല്ലാതായിട്ടും. വൈറ്റമിൻ ബി കുടലിന്റെ ചലനത്തെ സഹായിക്കുന്നുണ്ട്. വൈറ്റമിൻ സി രോഗപ്രതിരോധ സംവിധാനത്തെ വളർത്തുന്നുണ്ട്. കാൽസ്യം എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം സംരക്ഷിക്കുന്നുണ്ട്. ഒറാക്യു വാല്യൂ 80,000 1 ലക്ഷത്തി 2,000 ഇടയ്ക്ക്. omega-3, omega-6, omega-7, omega-9 ഫാറ്റി ആസിഡുകള്. ഞാൻ കാണാതെ പറയുന്നതൊക്കെ പഠിച്ചു കഴിഞ്ഞു. എനിക്ക് ഒരു വർഷവും വേണ്ട. എന്റെ സുഹൃത്തുക്കളെ, ഇതിന്റെ അത്ര സാധ്യത വേറെ ഒന്നുമില്ല. നമ്മളൊക്കെ രക്ഷപ്പെട്ട്, ഞാൻ പറയുന്നത് നമ്മളൊക്കെ രക്ഷപ്പെട്ട്. ഇതിനേക്കാൾ നല്ല പ്രൊഡക്റ്റ് നിയോഡൈമ മെഡിക്കൽ മാറ്റിന്റെ പ്രൊഡക്റ്റ് ആണ്. പക്ഷെ അത് നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് പറഞ്ഞു മനസ്സിലാക്കുമ്പോൾ ആളുകൾക്ക് അത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അതാണ് അതിന്റെ പ്രത്യേകത. പറഞ്ഞു മനസ്സിലാക്കിയാൽ തന്നെ അതിനെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പക്ഷെ ഇതല്ല. ഇത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ആളുകളോട് ചോദിച്ചറിയോ, നിങ്ങളുടെ വീട്ടിലെ പട്ടിക്ക് നിങ്ങൾ സപ്ലിമെന്റ് കൊടുക്കുന്നില്ലേ? അപ്പൊ അവരാരും പറഞ്ഞു അത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിൽ കറക്കുന്ന പശുവിന് സപ്ലിമെന്റ് കൊടുക്കുന്നില്ലേ? അത് കൊടുക്കുന്നുണ്ട്. പിന്നെ മനുഷ്യരെ നമ്മളൊക്കെ എന്താണ് ഈ കർക്കിടക മാസത്തിൽ ആരൊക്കെ സുഖ ചികിത്സ നടത്തുന്നില്ലേ? അത് ചെയ്യുന്നുണ്ട്. വിത്തുകളൊക്കെ കൊടുക്കുന്നില്ലേ? അത് കൊടുക്കുന്നുണ്ട്. പിന്നെ മനുഷ്യരെ നമ്മൾ കഴിക്കാണ്ട് നമുക്ക് എങ്ങനെ നിലനിൽക്കാൻ പറ്റും? സുഹൃത്തെ, 37.4 ലക്ഷം കോടി കോശങ്ങളാണ് നിങ്ങളുടെ ശരീരത്തിലുള്ളത്. അത് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന് വിശന്നിട്ട് വയ്യ. അതിന് പോഷകാഹാരം വേണം. അലറി കരയണത്. അതിന് പോഷകാഹാരം വേണം. ഈ കുഴിമന്തി ഒന്നും കഴിച്ചാൽ അതിന് ആഹാരം കിട്ടുന്നില്ല. എന്താ ഈ തൈറോയ്ഡ് ഇങ്ങനെ വരുന്നതിന്റെ കാരണം? തൈറോയ്ഡ് വരുന്നതിന്റെ കാരണം ആ തൈറോയിഡിനെ ചെറുക്കാനുള്ള പോഷകങ്ങളില്ല. ഇതെല്ലാം പോഷകങ്ങളുണ്ട്. തൈറോയ്ഡ് പമ്പ അടക്കും തൈറോയ്ഡ്. നിറമണ്ടല്ലോ, സ്വർണ്ണ വർണ്ണമായിട്ട് നിങ്ങളൊക്കെ മാറും. ചിന്ത നിറവരിക്കുമെന്ന് അറിയാമോ? കണ്ണിടൊക്കെ വലിച്ച് ദൂരെ കളയും. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, അത്രയും മൂല്യമുള്ള ഒരു പ്രൊഡക്റ്റ് നമ്മൾ കിട്ടിയിട്ടുള്ളത്. അറിവാണ് നമ്മളുടെ ആയുധോട്ട. അപ്പൊ ഇന്നത്തെ മീറ്റിങ്ങിൽ വന്നവരെല്ലാവരും തന്നെ ഭാഗ്യവാന്മാരാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചർച്ച ചെയ്യണമെങ്കിൽ 2-3 മിനിറ്റ് നമുക്ക് ചർച്ച ചെയ്യുക. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയുക. അടുത്ത ബുധനാഴ്ച വൈകുന്നേരം ഞാനുണ്ടാവും. ആള് കുറഞ്ഞാലൊന്നും ഞാൻ മാറൂല, MBR മാറൂല കേട്ടാ. ഓക്കെ സാറേ, നമസ്കാരം. നമസ്കാരം സാറേ. അതിന്റെ പ്രൈസ് ഒക്കെ 15-ാം തീയതി പറയും. മനോജ് സാർ പറയും. അതിനൊക്കെ ഞാൻ മനോജ് സാറിന് വിട്ടുകൊടുത്തേക്കാണ്. അതിന്റെ പ്രൈസ് മറ്റുള്ള കാര്യങ്ങളൊക്കെ മനോജ് സാർ പറഞ്ഞു. മനോജ് സാർ ഈ മീറ്റിംഗിൽ എന്താ? MBR സാർ, ഒരു സംശയം. ചോദിച്ചോ. നമ്മുടെ അൾട്രാബെറി ജ്യൂസും ഇതും തമ്മിൽ ആനയും ആടുമായിട്ടുള്ള വ്യത്യാസം സത്യം പറഞ്ഞാൽ? അതെ, ഒരു വ്യത്യാസം ഞാൻ പറയാം. നമ്മുടെ അൾട്രാബെറി ജ്യൂസിൽ ഒറാക്യു വാല്യൂ 7,000 ആണ്. മനുഷ്യ ശരീരത്തിന് ഒരു ദിവസം ആവശ്യമായ ഒറാക്യു വാല്യൂ 5,000 ആണ്. ഈ 5,000 ഒറാക്യു വാല്യൂ 7,000 ഒറാക്യു വാല്യൂ നമുക്ക് അൾട്രാബെറി കഴിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. പക്ഷെ ഇതിലുള്ള ഒറാക്യു വാല്യൂ 80,000 1 ലക്ഷത്തി 2,000 ഇടക്കാണ്. അപ്പൊ നിങ്ങൾ തീരുമാനിക്കും. ഇനി നിങ്ങൾ തീരുമാനിക്കും. സാറേ ഈ പ്രൊഡക്റ്റാണ് നമ്മൾ 120 വയസ്സ് വരെ ജീവിപ്പിക്കുന്നത്. 120 അല്ല, 150 കിടക്കും സാറേ. നമ്മൾ 150 കിടക്കും. എന്ത് വരും? അത് മുമ്പേ പറഞ്ഞ കാറ്റഗറിക്കാർക്ക് കൊടുക്കരുത്. ഗർഭിണികള്, അമ്മമാര്, ഗർഭിണികൾക്ക് ഒഴിവാക്കണം. മുലയൂട്ടുന്ന അമ്മമാർക്ക് ഒഴിവാക്കണം. കുഞ്ഞിന്റെ വളർച്ച കൂടും. അതുകൊണ്ടാണ് അത് സ്ത്രീകളിൽ കൂടുതൽ ഹോർമോൺസ് ഉത്പാദിപ്പിക്കുന്ന സമയമാണ് സ്വാഭാവികമായ രീതിയിൽ. അതുകൊണ്ടാണ് ഗർഭിണികൾ ഒഴിവാക്കാൻ പറയുന്നത്. മുലയൂട്ടുന്ന അമ്മമാർ ഒഴിവാക്കണം. പെട്ടെന്ന് ശസ്ത്രക്രിയ ചെയ്യുന്ന അപേക്ഷ ഒഴിവാക്കണം. കാരണം രക്തസ്രാവം കൂടും, ബ്ലഡ് സർക്കുലേഷൻ കൂടുതലായിരിക്കും അല്ലേ. അങ്ങനെയുള്ള കുറച്ച് പേര് ഒഴിവാക്കണം. ഞാൻ പറഞ്ഞു പോകുന്നത് എന്താണെന്ന് അറിയാമോ? ഫുഡ് സപ്ലിമെന്റ് കൊടുക്കുമ്പോൾ അതിന് ഒരു വൈദഗ്ധ്യം വേണം. അല്ലാണ്ട് വെല്ലോണം കൊടുത്താൽ പോലെ നമുക്ക് വരുമാനം കിട്ടാൻ വേണ്ടി കൊടുക്കാൻ പാടില്ല. ഇപ്പൊ നമ്മളുടെ അൾട്രാബെറി കിഡ്നി രോഗികൾക്ക് കൊടുക്കാൻ പാടില്ലെന്ന് ഞാൻ പറയുള്ളൂ. കരൾ രോഗികൾക്കും കൊടുക്കാൻ പാടില്ലെന്ന് ഞാൻ പറയുള്ളൂ. പക്ഷെ ഇത് കിഡ്നി രോഗികൾക്കും കൊടുക്കുക, കരൾ രോഗികൾക്കും കൊടുക്കുക. അതാണ് അതിന്റെ പ്രത്യേകത. ഇത് അതിനുള്ള ദിവ്യ ഔഷധമാണ്. കൊടുക്കാൻ പറ്റുമോ? എന്തോ ഷുഗർ പാൻക്രിയാസിന്റെ ബീറ്റാ സെല്ലിനെ പുനർജനിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഷുഗറിനെ കൺട്രോൾ ചെയ്യണല്ല, പാൻക്രിയാസിന്റെ ബീറ്റാ സെല്ലിനെ പുനർജനിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞല്ല. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. പേര് സർ പ്രമീളയാണ് സർ, വാളയാർന്ന്, പാലക്കാട് ജില്ല വാളയാർന്നാണ് സർ. സർ മെഡിസിൻ അലർജി ഉള്ളവർക്ക് ഈ സിറപ്പ് കൊടുക്കാൻ പറ്റുമോ സർ?
മെഡിസിൻ മെഡിസിൻ അലർജി ഉള്ളവരെ സംബന്ധിച്ച് എനിക്ക് അറിയാൻ പാടില്ല. അത് അടുത്ത ദിവസങ്ങളിൽ പറയാം. ഏതൊക്കെ മെഡിസിൻ അലർജി ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ പാടില്ല. ഇവിടെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ച്യൂയിങ്ങത്തിന്റെ രൂപത്തിൽ തരുന്നുണ്ട് കമ്പനി. ഞാൻ മനസ്സിലാക്കി എടുത്തോളാം. കുട്ടികൾക്ക് കഴിക്കാനായിട്ട് ച്യൂയിങ്ങത്തിന്റെ രൂപത്തിൽ തരുന്നുണ്ട്. തരുന്നുണ്ട്, ക്യാപ്സൂൾ രൂപത്തിൽ തരുന്നുണ്ട്, പേസ്റ്റ് രൂപത്തിൽ തരുന്നുണ്ട്, ച്യൂയിങ് രൂപത്തിൽ തരുന്നുണ്ട്. അപ്പൊ പ്രൊഡക്റ്റ് വരട്ടെ, നമുക്ക് അതിനെ പറ്റി കുറച്ച് കൂടുതൽ പഠിച്ചിട്ട് അതിന്റെ ഡോസേജ് പഠിച്ചിട്ട് നമുക്ക് പറയാം. പൊതുവായ കാര്യങ്ങളാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും. സാർ നമസ്കാരം. ഞാൻ ഉണ്ണികൃഷ്ണൻ പേര്, പാലക്കാട് ജില്ല ഒറ്റപ്പാലത്ത് നിന്നാണ്. എല്ലാവരും ഞാൻ 4 വർഷമായിട്ട് ഉപയോഗിക്കുന്നതാണ്. എനിക്ക് BP അടിച്ച് കയറിയിട്ട് റൈറ്റ് സൈഡ് സംസാരശേഷിയൊക്കെ നഷ്ടപ്പെട്ട് ഉള്ള ആളായിരുന്നു. അപ്പൊ അന്ന് എനിക്ക് ഹോസ്പിറ്റലിൽ എനിക്ക് കൊടകരയിൽ ഒരു മേഡാണ് കൊടുന്നു തന്നത്, പരിചയപ്പെടുത്തിയത്. 4 വർഷമായിട്ട് ഇപ്പൊ ഞാൻ ഇപ്പോഴും ബെഡും വാട്ടർ പ്യൂരിഫയർ അത് ഇതും വെള്ളം കുടിക്കുന്നതും അതിലാണ്. ബെഡിൽ റെസ്റ്റ് ബാൻഡ് നഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ ഇപ്പൊ രണ്ടാമത് ഇപ്പൊ ജോയിൻ ചെയ്യാൻ വെച്ചിട്ടാണ്. റൈറ്റ് സൈഡ് മൊത്തം BP അടിച്ച് കയറിയിട്ട് 2 സ്ട്രോക്കാണ്. അപ്പൊ നഷ്ടപ്പെട്ടു. ഈ റൈറ്റ് സൈഡ് മൊത്തം ചലനശേഷി നഷ്ടപ്പെട്ടു, സംസാരശേഷി നഷ്ടപ്പെട്ടു, ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആയുർവേദ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അപ്പോ അതിങ്ങനെ ഓർഡർ ചെയ്തു, നിന്നെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പൊ അവരത് കൊടുന്നിരുന്നു. അപ്പൊ ഞാനത് മേടിച്ചു. 4 ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ അങ്ങനെ പറഞ്ഞില്ല. ഈ ഫുഡ് സപ്ലിമെന്റ് ആരും നിർദ്ദേശിച്ചത് ഡോക്ടറാണ്? അല്ലല്ല, കൊട്ടകരുള്ള ഒരു ഞാന് ഇതേപോലെ ഓൺലൈൻ വർക്കിൽ ഉണ്ടായിരുന്ന ഒരു മാഡാണ് സജക്ട് ചെയ്തത്. അപ്പൊ ഈശ്വരന്റെ രൂപത്തിൽ വന്നല്ലേ? അതെ. അപ്പൊ ഞാൻ ഇന്നിപ്പോ ഞാൻ അത് ഉപയോഗിക്കുന്ന 4ാമത്തെ ദിവസം ബ്ലഡ് വൊമിറ്റ് ചെയ്തു. അപ്പൊ ഞാൻ എന്നെ പരിചയപ്പെടുത്തി അവരടുത്ത് പറഞ്ഞു ഇങ്ങനെ. അപ്പൊ അവര് ചോദിച്ചിട്ട് പറഞ്ഞു അത് നല്ല റിസൾട്ടാണ്, ക്ലോട്ടായ ബ്ലഡ് അത് റിമൂവ് ആയതാണ് പറഞ്ഞു. പിന്നെ അന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്തു. കാരണം ENT കാണണം എന്നൊക്കെ പറഞ്ഞു. അന്ന് ഡിസ്ചാർജ് ചെയ്ത് വിട്ടു. പക്ഷെ ഞാനത് ENT കണ്ടു. 3 ദിവസത്തെ കോഴ്സ് മരുന്ന് കഴിച്ചു. എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എനിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ ഇതിന്ന് ഞാൻ രക്ഷപ്പെട്ടതാണ്. അങ്ങനെ ഇപ്പൊ ഞാനത് യൂസ് ചെയ്യണം. അപ്പൊ ഞാനത് അന്ന് അവര് എന്നെ ID ചേർത്തു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമുക്ക് അന്ന് ഹോസ്പിറ്റലൈസ് ആയിരുന്നു. എനിക്കിത് വീണ്ടും ഞാൻ ജോയിൻ ചെയ്യാൻ വെച്ചിട്ടുള്ളതിലാണ്. ഏതായാലും ഒരു ദൈവദൂതനെ പോലെ ആണല്ലോ അവർ വന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ദൈവദൂതന്മാരാകുമ്പോഴാണ്. ഈ സിബാക് തോണിന്റെ ഉൽപ്പന്നങ്ങൾ പല മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് വിറ്റഴിക്കുന്നുണ്ട്. പക്ഷെ ഏറ്റവും ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങളാണ് ഈ ബയോട്ടോറിയം വിറ്റഴിക്കാൻ പോകുന്നത്. കാരണം ഒരു വ്യക്തി തന്നെയാണ് എല്ലാ കമ്പനികൾക്കും പ്രൊഡക്റ്റ് കൊടുക്കുന്നത്. അതിൽ ഏറ്റവും ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങളാണ് ഈ ബയോട്ടോറിയത്തിൽ തരാൻ പോകുന്നത്. ഓക്കെ സാറേ, താങ്ക് യു. നമ്മുടെ കമ്പനി ദൈവത്തിന്റെ കയ്യൊപ്പുള്ള പ്രൊഡക്റ്റുള്ള കമ്പനിയാണ്. നമ്മളെല്ലാവരും 126 പേരും വെൽനസ് കോച്ചുകളാണ്, വെൽനസ് അഡ്വൈസർമാരാണ്. ഈ ബോധ്യം നമ്മളിൽ ഉണ്ടാവണം. നമ്മൾ വെൽനസ് കോച്ചാണ്. നമ്മൾ നാളേക്കുള്ള നാടിനെ നമ്മള് ഒരു നല്ല നാളേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നവരാണ്. ആ ബോധ്യം നമ്മളിൽ ഉണ്ടായിക്കൊണ്ട് നമ്മൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്യം 2030 200 കോടീശ്വരന്മാരാണ്. 2000 കോടീശ്വരന്മാരാവും എന്നെനിക്ക് വിശ്വാസമുണ്ട്. ഈ ഒറ്റ ബോധ്യം മതി നമ്മളെല്ലാവരും രക്ഷപ്പെടാൻ. ഓക്കെ, താങ്ക് യു സാർ. സാറേ, ഈ സിബാക്തോണിനെ കുറിച്ച് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞപ്പോ ഞാൻ ആക്റ്റീവ് ആയി പോയി. ഞാൻ ആക്റ്റീവ് ആണെങ്കിലും പക്ഷെ അത് എന്റെ എനർജി ലെവൽ 1000 മടങ്ങായിട്ട് കൂടി. അതിന്റെ കാരണം ഇത് വിറ്റഴിക്കുന്ന ഈസിയാണ്. എല്ലാവരും കഴിക്കുന്ന പ്രൊഡക്റ്റാണ്. ഇത് ക്യാൻവാസ് ചെയ്യാൻ എളുപ്പമാണ്, വിറ്റഴിക്കാൻ വളരെ എളുപ്പമാണ്. ഉൽപ്പന്നങ്ങൾ വിൽക്കുമ്പോൾ ബോണസ് കുത്തനെ കൂടും. ഇവിടെ 200 അല്ല, 2000 അല്ല, അതിനേക്കാൾ കൂടുതൽ കോടീശ്വരന്മാരാ തമ്പി സാറിന് സൃഷ്ടിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. 1000 ആശംസകൾ. നമ്മളെ മനോജ് സാർ ഉണ്ടല്ലേ, മനോജ് സാറ് 2 വാക്ക് സംസാരിക്കാൻ പറ്റുക? സാറേ ഒരു പോയിന്റ് കൂടി പറഞ്ഞോട്ടെ, ബുദ്ധിമുട്ടില്ലെങ്കിൽ. പേര് പറ. എന്റെ പേര് രാജേന്ദ്രൻ. അത് ഈ സീബക്രോൺ എന്ന് പറയുന്നത് നമ്മുടെ രാമായണത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. രാമലക്ഷ്മണന്മാര് വനവാസത്തിന് പോയപ്പോ ഇവിടെ ഹനുമാൻ മല ചുവന്നുകൊണ്ട് വരുന്നുണ്ടല്ലോ, മരുത്വാമല. ആ മലയിൽ മൃതസഞ്ജീവനി ആ മൃതസഞ്ജീവനാണ് ഈ പഴം.
ഈ പഴമാണ് സാറേ, ഞാൻ രാമലക്ഷ്മണൻ ഇതിൽ വഴി പറഞ്ഞില്ല. കച്ചവടം. ഇത് തിബറ്റുകാർ ഉപയോഗിക്കുന്ന മൃഗസഞ്ജീവനിയാണെന്ന് ഞാനിവിടെ പറഞ്ഞ്. അത് ഈ രീതിയിൽ പറഞ്ഞത് സാറിനായിരുന്നു. ആ ഹനുമാൻ അവർക്ക് രാമലക്ഷ്മണന്മാരെ അന്നത്തെ ആ യുദ്ധത്തിൽ മരിച്ചുപോയ ആളുകളെ രക്ഷിക്കാൻ കൊണ്ടുവന്ന മൃതസഞ്ജീവനിയാണ് DC ബാഗ്വ. അതുകൊണ്ടാണ് അവർക്ക് ഇത്രയും ആരോഗ്യവും സൗന്ദര്യം ഉണ്ടായിരുന്നത്. മാത്രമല്ല മൃതസഞ്ജീവനി വിളിക്കുന്ന ആൾക്കാരെ ഇല്ലേ നമ്മ? അതുകൊണ്ടാണ് മരണം ഉണ്ടാവില്ല എന്ന് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ അമൃതാണ്. കറക്റ്റ് സാറേ, കറക്റ്റ്. ഇവിടെ കോമ്പിനേഷൻ കാരണം മരണമില്ലാതെ, ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ, മരണമില്ലാതിരിക്കണമെങ്കിൽ കോശങ്ങൾക്ക് ആവശ്യമായ മാഗ്നറ്റിക് എനർജി കിട്ടണം, പ്രാണവായു കിട്ടണം, ജീവജലം കിട്ടണം, പോഷകാഹാരം കിട്ടണം. ഇത് കറക്റ്റ് ആയിട്ട് കൊടുക്കുന്ന ഓരോരോ പ്രസ്ഥാനം ഈ ലോകത്തുള്ളത് ഈ ബയോട്ടോറിയം മാത്രമാണ്. കറക്റ്റ് ആകുന്ന ഒരു കമ്പനി ഈ ബയോട്ടോറിയം മാത്രമാണ്. അതുപോലെ തന്നെ പണ്ട് രാജഭരണകാലത്ത് രാജാക്കന്മാർ കഴിച്ചോണ്ടെന്നാണ്. പ്രജകൾ കഴിച്ചാൽ അവരുടെ കഴുത്ത് വെട്ടും. രാജകുടുംബത്തിൽ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അവർക്ക് ആരോഗ്യവും ആയുസ്സും സൗന്ദര്യവും അവർക്കുണ്ടായതിന്റെ രഹസ്യം ഇതായിരുന്നു. അതുകൊണ്ടാണ് പ്രജകൾ കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്. ഏതെങ്കിലും പറമ്പിൽ ഉണ്ടെങ്കിൽ അത് പലപ്പോഴും രാജാവിനെ അറിയിച്ചോളണം. അവർക്ക് മാത്രമേ കഴിക്കാൻ അവകാശം. ഈ രാജകുടുംബങ്ങളിലെ ആളുകൾക്ക് ഈ സ്വർണ്ണ നിറത്തിന്റെ കാരണം അതല്ലേ? ആരെങ്കിലും രാജകുടുംബത്തിലുണ്ടാ? അത് ഈ സാധനം കഴിച്ചിട്ട് സ്വർണ്ണവർണ്ണ വഴിക്ക് വന്നത്. ആ സ്വർണ്ണവർണ്ണ നമുക്കായിരിക്കും വരാൻ പോകുന്നത്. ഇത് ഞാൻ എന്റെ ചെറുപ്പത്തിലെ പുസ്തകത്തിൽ വായിച്ച ആ ഓർമ്മയാണ് എനിക്ക് നിലനിൽക്കുന്നത്. നല്ല ചർച്ചകളാണ് കേട്ടോ, ഇഷ്ടപ്പെട്ടു. നമസ്കാരം സാർ, ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഞാൻ പെരുങ്കോട് രാധാകൃഷ്ണനാണ്, കോങ്ങാട്. സാർ, ഇത് ഭക്ഷണത്തിന് മുൻപാണോ ശേഷമാണോ, അത് എംപ്റ്റി സ്റ്റൊമച്ചിലാണോ? കാര്യങ്ങളെല്ലാം തന്നെ ഈ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് സംസാരിക്കാം. നമ്മൾ പ്രൊഡക്റ്റ് 15-ാം തീയതി നമുക്ക് സംസാരിക്കാം കേട്ടാ. ഓക്കെ സാർ, താങ്ക് യു. ഞാൻ ഇതിന്റെ ഗുണങ്ങളും ഇതിന്റെ സവിശേഷതകളാണ് കോമൺ ആയിട്ട് പറഞ്ഞത്. ഞാനും നിങ്ങളെ പോലെ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും സാറിന്റെ വിശദമായിട്ടുള്ള ഒരു 1-2 ക്ലാസ്സുകളും കൂടെ കേൾക്കണം എന്ന് വളരെ ഒരു അഭ്യർത്ഥന. അത് ആള് കുറവാണെങ്കിൽ ഞാൻ വിശദമായിട്ട് പറയാം, ആള് കൂടുതലാണെങ്കിൽ പറയൂല. എല്ലാവരും മെസ്സേജ് കൊടുക്കില്ല. കൺസൾട്ടന്റുമാരാവട്ടെ. സാറേ നോക്കിയെടുക്കാം. ഇനി മറ്റു പ്രൊഡക്റ്റിന് വരുന്നുണ്ട്. മറ്റേ നമ്മുടെ മെലോട്ടോൺ, നമ്മളെ തലച്ചോറ് കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന മെലോട്ടോൺ എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് വരുന്നുണ്ട്. നമുക്ക് ഗാർഡെന്ന് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് വരുന്നുണ്ട്. അടുത്ത ആഴ്ച അതിനെ സംബന്ധിച്ച് നമ്മൾ സംസാരിക്കാം. ഓരോ ഉൽപ്പന്നങ്ങൾ വരുമ്പോഴും ഏറ്റവും അത് ഞാൻ തന്നെ സംസാരിക്കണമെന്ന് എനിക്ക് വളരെ നിർബന്ധമുണ്ട്. ഞാനത് സംസാരിക്കാം. വളരെയധികം അഭിനന്ദനങ്ങൾ പറയണം MP സാർ. കാരണം നമ്മുടെ ഇന്നലെ തൃശ്ശൂരിൽ നിന്ന് സാർ അതുപോലെ തന്നെ പറഞ്ഞത് ഈ പത്രത്തിന്റെ ഒരുപാട് കാര്യങ്ങളാണ് സാർ പറഞ്ഞത്. ഇപ്പൊ രാജേഷ് സാർ പറഞ്ഞത്, ഞാൻ കോങ്ങാട് തന്നെയാണ്, നീണ്ടാണ്. വളരെ അറിവുകൾ തരുന്ന വാക്കുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം 15 ശേഷം ബാക്കിയുള്ള എല്ലാ കണ്ടന്റും സാർ പറയാൻ തയ്യാറാണ്. അപ്പൊ പഠിച്ചുകൊണ്ടിരിക്കാന്ന് പറഞ്ഞു. സാറ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്കൊക്കെ അറിയാം. സാറ് പഠിച്ചുകൊണ്ടാണ് ഓട്ടോമാറ്റിക് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പഠിപ്പൊരു അത്യാവശ്യം തന്നെയാണ്. അത് സാറിന് എന്തായാലും ഞാൻ വലിയ അഭിനന്ദനങ്ങൾ പറയുകയാണ് ടീമിൽ. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു സാറേ. സാറേ, ഈ ബയോട്ടോറിയത്തിൽ പ്രവർത്തിക്കുന്ന നമ്മളെല്ലാവരുടെയും ആയുധം അറിവാണ്. അറിവുള്ളവർക്ക് മാത്രമേ നമുക്ക് പബ്ലിക്കിനെ കാര്യങ്ങൾ പറഞ്ഞു. കാരണം നമ്മൾ പബ്ലിക്കിനോട് പറയുന്നത് പ്രയോജനങ്ങളാണ്. ഒരു ഉൽപ്പന്നത്തിന്റെ പ്രയോജനങ്ങളാണ് അവരെ ബോധ്യപ്പെടുന്നത്. ആ പ്രയോജനങ്ങൾ ബോധ്യപ്പെടുത്താൻ സാധിക്കുന്ന മെമ്പേഴ്സിന് കൈ നിറയെ പണം കമ്പനി തരുന്നുണ്ട്. നമുക്ക് ആരോഗ്യം തരുന്നുണ്ട്, സമ്പത്ത് തരുന്നുണ്ട്, സന്തോഷം തരുന്നുണ്ട്, എല്ലാം നമുക്ക് തരുന്നുണ്ട്. അപ്പൊ ഇത്രയും നേരം എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ശുഭരാത്രി നേരെയാണ്. അടുത്ത ബുധനാഴ്ച വൈകുന്നേരം ഒരു പുതിയ വിഷയമായിട്ട് നമുക്ക് വീണ്ടും വരാം. എല്ലാവർക്കും വിജയാശംസകൾ. ഓക്കെ, താങ്ക് യു MPR സാർ. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേരുന്നു. താങ്ക് യു. വൈൻഡപ്പ് ചെയ്തായി പ്രഖ്യാപിക്കുന്നു. ഓക്കെ, താങ്ക് യു.